ഭക്തിയോഗം. അർജുനൻ 11-ാം അധ്യായം ഭഗവാൻ ഭക്തിയിലൂടെ എന്റെ ഈ സ്വരൂപത്തിലേക്ക്, എന്റെ ഈ സ്വരൂപത്തെ അറിയാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. കർമ്മം കൊണ്ടോ വേദാധ്യയനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ തപസ്സുകൊണ്ടോ ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഭക്തി എന്നത് നിസാരമല്ല എന്ന് പറയാം. വേദാധ്യയനവും തപസ്സും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഭക്തി ഇതിനേക്കാളൊക്കെ മുകളിലാണ് അത് വിരാജിക്കുന്നത്, അതിന്റെ സ്ഥാനം. അപ്പൊ ഭക്തി ഒന്നുകൊണ്ട് മാത്രം എന്നെ പ്രാപിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ആ അധ്യായത്തെ ഉപസംഹരിച്ചപ്പം അർജുനനുണ്ടായ സംശയം, എങ്ങനെയാണ് അങ്ങയെ ഉപാസിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ അങ്ങയെ ഉപാസിക്കുന്ന ഈ രണ്ട് വഴികളിൽ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ള വഴി? അതിന് അർജുനൻ തന്നെ പറഞ്ഞു, സഗുണമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാവത്തിൽ അങ്ങയെ ആരാധിക്കുന്നതാണോ, അതോ നിർഗുണമായിട്ടുള്ള അവ്യക്തം, അക്ഷരം, അചിന്യം എന്നുള്ള ഭാവമുണ്ട്, അതാണോ, ഏതാണ് ശ്രേയസ്കരം? അതിന് ഭഗവാൻ ആദ്യം കൊടുത്ത ഉത്തരം, സഗുണമായിട്ട് തന്നെ പരമമായ ശ്രദ്ധയോടുകൂടി ആർ എന്നെ ഉപാസിക്കുന്നു അവർ എന്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠന്മാർ തന്നെ എന്നതാണ്. ഇവിടെയാണ് നമ്മൾ എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളെയും ശ്രദ്ധയോടുകൂടിയാണ് എങ്കിൽ അതൊക്കെ ശ്രേയസ്കരം തന്നെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതും ശ്രേയസ്കരമായിട്ടുള്ളതാണ്. പൂർവന്മാര് നമുക്ക് ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അവർ തന്നിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ. എന്തൊക്കെയുണ്ടോ അതെല്ലാം. അതിൽ തന്നെ പലതുമുണ്ട്. ഈ കോഴിവെട്ടും അത്ര നമ്മുടെ മനസ്സിന് തൃപ്തിയല്ലാത്തതൊക്കെ ചിലതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ചിലതൊക്കെ ഒഴിവാക്കാം. ഈ കണ്ണൂർ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞ് ഈ തെയ്യം ഇങ്ങനെ ഉറഞ്ഞു തുള്ളി കോഴി ഇങ്ങനെ പിടിച്ച ഒരൊറ്റ കടിയാണ്, ജീവനുള്ള കോഴി, പച്ചക്കോഴി. ഇപ്പോഴൊക്കെയാണെങ്കിൽ അത് പനി പിടിച്ച കോഴിയാണെങ്കിൽ വളരെ ആലോചിക്കണം. അത് അല്ലേ? ഈ കുട്ടികൾ ചോദിച്ചു, അച്ഛാ കാൽപ്പോള് കഴിച്ചിട്ട് കോഴിയിറച്ചി കഴിച്ചുകൂടെ എന്നാ, കാരണം പനി അങ്ങോട്ട് മാറ്റിയാൽ പോരെ, അല്ലെങ്കിൽ കോഴിക്ക് ഇത് കൊടുത്താൽ പോരെ എന്നാ. അപ്പൊ ഇനിയിപ്പോ അതും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. നമുക്ക് തോന്നുന്നു ഈ പക്ഷികളുടെയൊക്കെ അവരുടെയും ഒരു തപസ്സിന്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചിലത് നമ്മുടെ മനസ്സിന് ഹൃദ്യമല്ലാത്തതായിരിക്കാം. പക്ഷെ നമ്മൾ അതിനെ വിമർശിക്കാൻ പോണ്ടെന്ന് പറയും. ചിലതുണ്ടാവും അവര് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാ, എന്തെങ്കിലും ആവട്ടെ, വിട്ടേക്കും. നമുക്കത് അലോസരം സൃഷ്ടിക്കുന്നുവെങ്കിൽ നമ്മൾ ആ വഴിയിൽ പോണ്ട. ചില ആളുകൾക്ക് അങ്ങനെയാ. ചില ക്ഷേത്രങ്ങളുണ്ടാവും, ആ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഉറഞ്ഞുതുള്ളലും ഇതുമൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുക. അപ്പം ഭഗവാൻ പറഞ്ഞത് അതിൽ ശ്രദ്ധയോടുകൂടി ആരുപാസിക്കുന്നു. തുടർന്ന് നിർഗുണ ഉപാസനയുടെ ലക്ഷണത്തെ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞു. അവിടെ എന്തുണ്ടാവും? എന്താണ്? ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യലാണ്. മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് സകല ജീവജാലങ്ങളുടെയും സർവഭൂതഹിതേരഥനായി, സർവഭൂതഹിതേരഥനാവണമെങ്കിൽ തന്നെ എല്ലാറ്റിലും കാണണം എന്ന് പറയാം. ആ വിദ്യ ഈ അധ്യായത്തിന്റെ പ്രധാന വിഷയമാണ്. സർവഭൂതഹിതേരഥനായിട്ട് ഇന്ന് ഭഗവാൻ നിർഗുണ ബ്രഹ്മത്തിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാണ്? അനിർദ്ദേശ്യം, അവ്യക്തം, അചിന്യം, കൂടസ്ഥം, അചലം, ധ്രുവം, സർവത്രകം, അക്ഷരം. ഇപ്രകാരത്തിൽ അതിനെ പര്യുപാസതേ, ഉപാസിക്കുന്നത്. അപ്പൊ ഇവിടെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ സ്വാമി, അതെന്താ മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ പര്യുപാസതേ എന്നുള്ളതിൽ നമ്മുടെ ഏതെങ്കിലും ഉപാസനയല്ല, അതിൽ വർത്തിക്കുന്നത്, ഈ ഭാവത്തിൽ, ഈ ഒരു അറിവിൽ വിരാജിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും സഗുണമായി ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു സംശയം വീണ്ടും വരും. അപ്പൊ ഇവിടെ ഉപാസന തന്നെയാണല്ലോ, അവിടെ ഉപാസന, അപ്പൊ ഇത് സഗുണം തന്നെയല്ലേ. അപ്പൊ ഇവിടെ പര്യുപാസത എന്ന് പറയുമ്പം ആ ഭാവത്തിൽ ആരാണ് എന്നെ അറിയുന്നത്? അവർ തേ മാം ഏവ പ്രാപ്നുവന്തി. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. അവരെന്നെ തന്നെ പ്രാപിക്കുന്നു. മറ്റേത് എന്നെ ഭജിക്കുകയാണ് അല്ലെങ്കിൽ സേവിക്കുന്നു. ഇത് എന്നെ പ്രാപിക്കുന്നു. ഞാനും അവരും തമ്മിൽ ഭേദമില്ല എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഉപാസന വളരെ എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നു. അല്ല, എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദേഹത്തിൽ അഭിമാനം തോന്നുന്നുവെങ്കിൽ ദേഹാഭിമാനം ഇത്തരത്തിലുള്ള ഉപാസനയ്ക്ക് ക്ലേശകരമായി ഭവിക്കും. ക്ലേശ അധികതര തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താ ഹി ഗതി ദുഃഖം അവാപ്യതേ.
അതുകൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാകുന്നു. ദുഃഖം എന്ന് പറഞ്ഞാൽ അതിനെ എളുപ്പം പ്രാപിക്കാൻ പറ്റാത്തതായിട്ട് നിലകൊള്ളുന്നു. അവ്യക്തഗതി, അതിന്റെ ഗതി അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഈ അവ്യക്തഗതി നിർഗുണ ഉപാസന മാർഗം, അതിന്റെ മാർഗം തന്നെ അവ്യക്തമാണ്, വ്യക്തമല്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സഗുണത്തിൽ തന്നെ സൂക്ഷ്മമായ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉരുക്കഴിച്ചെടുക്കൽ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് സഗുണത്തിൽ തന്നെ. പിന്നെ നിർഗുണത്തിന്റെ കാര്യത്തിലോ അവ്യക്താഗതി നിർഗുണ ഉപാസനാ മാർഗം. നിർഗുണ ഉപാസനാ മാർഗം എന്ന് പറയുന്ന പ്രയോഗം തന്നെ ശരിക്കും തെറ്റാണ്. നിർഗുണത്തിൽ പിന്നെ ഉപാസനയൊന്നും ഇല്ല. എന്നാലും ഭഗവാൻ അതിനെ തന്നെ അതിന്റെ ആദ്യ ഭാവത്തെ പറയുന്നു. എന്താണ്? ദേഹവദ്ഭിഹി. ദേഹവദ്ഭിഹി എന്ന് പറഞ്ഞാൽ ദേഹം ഉള്ളതുകൊണ്ട്. അപ്പൊ സ്വാമി ഇതിനെ ഈ ശ്ലോകത്തെയൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ചില, എന്താ പറയാ, ചില ഈ ഓരോരോ കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി, അതിന് കൂടുതൽ സമ്മതം കിട്ടാൻ വേണ്ടി പറയുന്നു. അതായത് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തോടു കൂടിയിരിക്കെ നിർഗുണ ഉപാസന സാധ്യമല്ല. എന്താണ് ദേഹവദ്ധിഹി എന്ന് പറഞ്ഞാൽ? ദേഹത്തോടു കൂടിയിരിക്കെ നിർഗുണ ഉപാസന ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് സഗുണ ഉപാസനയെ സാധ്യമാകൂ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിർഗുണം 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലാതിരിക്കുന്നത്? ശങ്കരാചാര്യ സ്വാമികൾ ആ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട് ദേഹവദ്ധിഹി എന്നുള്ളതിന് ദേഹാഭിമാനവദ്ധിഹി എന്ന് പറഞ്ഞിരിക്കുന്നു. ദേഹാഭിമാനം ഉള്ളവന്, അഹം ശരീരം എന്ന ഭാവനയുള്ളവന് കഷ്ടപ്പാട് കൂടും, ദുഃഖം അവാപ്യത. ഞാൻ ശരീരമാണ് എന്നറിഞ്ഞവൻ ഒരിക്കലും നിർഗുണ ഉപാസന സാധ്യമല്ല. പിന്നെയോ ദേഹോ നാഹം കോഹം സോഹം, ഇതാണ് ഭാവം, ഇതാണ് ഭാവന. അഹം ദേഹ ന, പിന്നെയോ സഹ അഹം, ഇതാണ് വേണ്ടത്. അവിടേക്കാണ്. അപ്പൊ നിർഗുണ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താ? മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇതൊക്കെ ഒരു മൂലയിൽ പോയി ഇരുന്ന് ഉറപ്പാക്കുക. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ ഇത്യാദി കാര്യങ്ങളൊക്കെ. പിന്നെ ഹസ്താമലകന്റെ സ്തോത്രം ഓർമ്മയില്ലേ? ആരാണ് ഞാൻ, ആരാണ് ഞാൻ, ആരാണടോ നീ എന്ന് ചോദിച്ചുവല്ലോ ശങ്കരാചാര്യർ. മോനെ നീ ആരാ, എവിടുന്ന് വരുന്നു, എന്താ നിന്റെ പേര്, ഒന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് നമ്മുടെ ഉള്ളിലെ ആചാര്യൻ, നമ്മുടെ ഉള്ളിലൊരു ശങ്കരാചാര്യരുണ്ട്. ആ ഉള്ളിലെ ആചാര്യൻ ചോദിക്കണം. ഈ അടുത്ത് അതായത് ഒരു മഹാത്മാവ് ഗീതയെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞാൽ കണ്ണു കാണാത്തവൻ. എങ്ങനെയുള്ള കണ്ണു കാണാത്തവൻ? ബാഹ്യമായ പ്രജ്ഞ ഇല്ലാത്തവൻ. ശരിയാണ്, പക്ഷെ അന്ധപ്രജ്ഞ ഉണ്ട് എന്നാണ് ധൃതരാഷ്ട്രനെ കുറിച്ച് ആ ആചാര്യൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ധൃതരാഷ്ട്രത്തിൽ ചോദ്യമുണ്ടായില്ല. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവ കിം അകുർവത സഞ്ജയ എന്ന് ചോദിച്ചുവല്ലോ. അതെന്താണ്? അന്വേഷണമാണ്. എന്തു സംഭവിച്ചു എന്നത് ആന്തരിക ജ്ഞാനം ഇല്ലാത്തവൻ അതും ചോദിക്കില്ല എന്ന്. ശരിയാണത്. അപ്പൊ നമ്മിലെ അജ്ഞാനി, നമ്മിലെ ധൃതരാഷ്ട്രം തന്നെ ഒന്ന് ചോദിക്കട്ടെ, ഞാനാര്, കസ്ത്വം കോഹം കുത ആയാത ഇത് ചിന്തയ, ഇതിനെ ചിന്തിക്കൂ ഹേ ഭ്രാത, അല്ലയോ സഹോദര എന്നാണ്. പക്ഷെ നമുക്ക് ശരീരം ഞാനാണ്, ശരീരം ഞാനാണ് എന്നതിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നറിയോ? ശരീരം ബ്രഹ്മാണെന്ന് അങ്ങോട്ട് അറിഞ്ഞാൽ പോരെ സ്വാമി? അതെ, അതാണ് ഏറ്റവും നല്ലത്. ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമധോബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷതം
മാഹം ബ്രഹ്മ നിരാകുര്യം. ഇതൊക്കെ പഠിച്ചിട്ട് ആളുകൾക്ക് ചിലർക്ക് കൺഫ്യൂഷനാ. ഇതെന്താ ശാന്തി മന്ത്രത്തില് സർവം ബ്രഹ്മ ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറയുന്നത്? സർവം ബ്രഹ്മമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ശരീരം നിലനിൽക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. ഇതിപ്പോ ശരീരത്തിനേൽക്കുന്ന ഹാനി, അല്ലെങ്കിൽ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കും. പ്രപഞ്ചം വേറെ, ഞാൻ വേറെ. എന്റെ പ്രശ്നങ്ങളൊക്കെ എന്നെക്കുറിച്ച് ആളുകൾ പറഞ്ഞു, ദേശം, കാലം ഇത്യാദി ഒരുപാട് സംഗതികളുണ്ട്. അതിലൊന്നും നിർഗുണ ഉപാസന എന്നത് പെടില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ക്ലേശ അധികതര, അതിന് ക്ലേശം കുറച്ച് അധികമാണ്. അതുകൊണ്ട് ആരംഭത്തില് ഇത്തരത്തിലുള്ള കാര്യത്തിന് മുതിരണ്ട എന്നല്ല, അറിയുക, മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? ക്ലേശം, ദേഹാഭിമാനം നിർഗുണമായ ഭഗവാന്റെ ഭാവത്തെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് തടസ്സമാണ്. അപ്പം സഗുണമായി നമുക്ക് തുടങ്ങാം. ആദ്യം അതിൽ നോക്കാം. എന്നിട്ട് അതിനെ എവിടെ അനുഭവപ്പെടുത്തണം? ആദ്യം ഉള്ളിൽ തന്നെ. ഉള്ളിൽ ഈശ്വരനെ അനുഭവപ്പെടുത്തിയാലേ പുറത്ത് ഈശ്വരനെ അനുഭവപ്പെടുള്ളൂ. വേറെ എവിടെയും അനുഭവപ്പെടില്ല എന്ന് പറയും. അടുത്ത 2 ശ്ലോകങ്ങൾ ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ്. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിതചേതസാം. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേന ഏവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാം. ഹേ പാർത്ഥ മയി ആവേശിത ചേതസാം. അല്ലയോ അർജുന, ഹേ പാർത്ഥ, യേ സർവാണി കർമാണി മയി സന്യസ്യ. ഭഗവാൻ ഭക്തിയോഗത്തിന്റെ പ്രകൃതം തുടരുന്നു. സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളെയും ഒന്നൊഴിയാതെ മയി സന്യസ്യ, എന്നിൽ സമർപ്പിച്ച്. സർവാണി കർമാണി മയി സന്യസ്യ. എങ്ങനെയാണ് ഭഗവാനിൽ കർമ്മങ്ങൾ സമർപ്പിക്കേണ്ടത്? 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ പറഞ്ഞതാണ്. സന്യാസത്തിൽ, കർമ്മസന്യാസത്തിൽ ഇല്ലേ? ഓർമ്മയുണ്ടാവും എന്ന് സ്വാമി വിചാരിക്കുകയാണെങ്കിൽ സ്വാമിക്ക് തെറ്റി എന്നൊന്നും സ്വാമി പറയില്ല, ഓർമ്മിപ്പിക്കാം ഇല്ലേ? സ്വാമിജി പറയും, എവിടെയാണോ കരചരണങ്ങൾ അവിടെ മനോബുദ്ധി ഉണ്ടായിരിക്കട്ടെ എന്ന്. അതൊരു സമർപ്പണമാണ്, സമർപ്പണത്തിന്റെ ഒരു രീതിയാണ്. കരചരണങ്ങൾ ഉള്ളിടത്ത് മനോബുദ്ധികൾ. ഇത് കരചരണം ഒരു സ്ഥലത്താണ്, മനോബുദ്ധി വേറൊരിടത്തും. അത് സമർപ്പണമില്ല. ഇപ്പൊ പൂർണ്ണമായ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക, ഈശ്വരന്റെ സർവവ്യാപിത്വത്തെ, ഈശ്വരന്റെ മലയാളത്തിൽ പറയുമല്ലോ കൊയ്മ, ഈശ്വരന്റെ ആ കൊയ്മയെ അംഗീകരിക്കുക ആദ്യം. എന്നിട്ട് ഉടമസ്ഥതാബോധം കൈവെടിക്കുക. ഇതാണ് സമർപ്പണം. ഈശ്വരനെ വയ്ക്കുക, എന്നെ വിട്ടേക്കുക. ഇപ്പൊ അങ്ങനെയല്ല, ഞാനാണ് ആദ്യം, പിന്നെയാണ് ഈശ്വരൻ എന്ന് പറയാം. അതുകൊണ്ട് സർവാണി കർമാണി മയി സന്യസ്യ. പിന്നെ ഞാനില്ല, പിന്നെയോ ഭഗവാനുള്ളത്. ഉപകരണം എന്ന് പറയും. മത്പരാഹ, എന്നെ പരമമായി എന്നെ ആശ്രയിച്ചിട്ടുള്ള. നമ്മൾ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഭഗവാൻ ഈ പറയുമ്പം നമ്മൾ പറയുമല്ലോ, ഈ പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ സംബന്ധിക്കുന്ന അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു കാര്യം പ്രധാനം ഇതാണ്. അവർക്ക് ഈ സ്നേഹം പറയാൻ അറിയില്ല. സ്നേഹമുണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർ പറയില്ല. ഇവർക്കാണെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. അവർ പറയും, ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് സ്നേഹം, എന്നാൽ നിങ്ങൾക്ക് എന്തോന്ന് പുറത്ത് കാണിച്ചൂടെ?
എന്നിട്ട് ഈ മാനേജ്മെന്റ് വിദഗ്ധന്മാർ പറയുന്നത് നിങ്ങൾ സ്നേഹം പുറത്ത് കാണിക്കണമെന്ന്. പക്ഷെ അത് ബുദ്ധിമുട്ടാണെന്ന. സ്വാമി പറയുന്നത് കാണിക്കൊന്നും വേണ്ടെന്ന്. പക്ഷെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഈ ടീ ടേസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പദവി ഉണ്ട് ഇല്ലേ? പലതരത്തിലുള്ള ചായ രുചിച്ചു നോക്കുന്നവര്. അവരുടെ നാവ് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അത്രയും അവർക്ക് എല്ലാം മണം കൊണ്ട് അവർ ഈ ഉപ്പും മുളകും ഒക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ പാചക വിദഗ്ധന്മാര്. അതുപോലെയാണ് ഈ ചായ കുടിച്ചു നോക്കിയിട്ട് അവരങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് വെക്കുക. അത് പാലൊഴിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. അതുപോലെ വൈൻ ടേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഒരാൾക്ക് ഈ വൈൻ്റെ ഏറ്റവും പ്രത്യേകത അതിന്റെ പഴക്കമാണത്രേ. അത് മണ്ണിന്റെ അടിയിലൊക്കെ കുഴിച്ചിടും, എത്രയോ വർഷങ്ങളൊക്കെ കുഴിച്ചു. അപ്പൊ ഒരാള് 500 വർഷം പഴക്കമുള്ള കുറച്ച് വൈൻ കൊടുത്തു. അയാളത് കഴിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഈ സുഹൃത്ത് വിചാരിച്ചു, ഇയാളെന്താ ഇതിനെക്കുറിച്ച് ഒന്നും പറയാത്തത്? കാരണം ഇങ്ങനെ ഒരു സാധനം ഇതുവരെ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവര് ആകെ മതിമറന്നൊക്കെ ഓരോന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹമാണ് ഇതിനെ പറയേണ്ട ഒരാള്. അദ്ദേഹം ഇതിന്റെ അതോറിറ്റിയാണ്. അയാളൊന്നും പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു 2 ആഴ്ച പഴക്കമുള്ള ഒന്ന് കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുഡ്, തരക്കേടില്ല. ഹൈ, അതെന്താ ഇതങ്ങനെ? ആദ്യത്തേതിനെ കുറിച്ച് ഒന്നും പറയാത്തത്? ആദ്യത്തേതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ഇപ്പോഴുള്ള ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയാം. ഇതിനൊരു പ്രോത്സാഹിപ്പിക്കണം. സ്നേഹത്തിന്റെ കാര്യത്തിലും ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാമെന്ന് പറയും, ഒരു പ്രോത്സാഹനം. അപ്പൊ കർമ്മത്തില് ഇത് ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും പറയാനോ, പ്രത്യേകിച്ച് ആ സ്നേഹമുണ്ടല്ലോ. വളരെ ഒരാള് ഭർത്താവ് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത്, അല്ലെങ്കിൽ കയറുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ റെഡിയാണ്. ഇറങ്ങി വരുമ്പോഴേക്കും ബാക്കിയുള്ളത് എല്ലാം കൃത്യമായിട്ട് പോകുന്ന സമയത്ത് ഇവര് പ്രതീക്ഷിക്കുന്നു, ഈ അമ്മ ഇദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണം, ഗുഡ്, താങ്ക്സ് എന്നൊക്കെ. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അറിയുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം പരീക്ഷിച്ചാൽ മതി, എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പൊ അവർ പറയും. അവരപ്പൊ അസ്വസ്ഥരാവും. നിങ്ങളുടെ ആ സ്നേഹം, അത് ശ്രദ്ധ കിട്ടാത്ത സമയത്ത് അല്ലേ, അപ്പൊ അതിൽ നിന്നത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു സമർപ്പണം, ആ ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉടനെ കിട്ടും. എങ്ങനെ കിട്ടും? സന്തോഷമായിട്ട്. സമർപ്പണത്തിന്റെ ഒറ്റ ലക്ഷണം അത് മാത്രമേ ഉള്ളൂ, ആനന്ദം. ചെയ്യുന്ന സമയത്ത് ആ ആനന്ദമുണ്ടോ? അതിനെയാണ് മത്പരാഹ, എന്നെ ആശ്രയമായിട്ട്, അനന്യേന, മറ്റൊന്നിനെ വിഷയമാക്കാതെ. മറ്റൊന്നിനെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ എന്ത് കിട്ടുന്ന, ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്തയില്ലാതെ, അനന്യേന യോഗേന, യോഗത്തോടെ, ചേർച്ചയാണ് ലക്ഷ്യം. യോഗം, ഭക്തി എന്നിവിടെ പറയാം. യോഗത്തെ, ചേർച്ചയെ ലക്ഷ്യമാക്കിയിട്ട് മാം ധ്യായന്തഃ, എന്നെ ധ്യാനിക്കുന്നവരായി. ധ്യാനം എന്ന് പറഞ്ഞാൽ ഇവിടെ വർത്തമാനം തന്നെയാണ്. കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നതിനല്ല, വർത്തമാനത്തിൽ ആരാണോ വിഹരിക്കുന്നത്, ആ പ്രസന്റിൽ ആര് നിലകൊള്ളുന്നു എന്നാണ്. മാം ധ്യായന്തഃ ഉപാസത്തെ, ആരാണ് അങ്ങനെ ഉപാസിക്കുന്നത്? സമീപേ ആസനം, ഇരിക്കുക. അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി. ഒരു ഗ്ലാസ്സൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് അത് നിങ്ങളിങ്ങനെ, ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഒരു മുന്തിരി എടുത്തു കഴിഞ്ഞാൽ ആ മുന്തിരിയെ കുറെ നേരം നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് വട്ടുപിടിക്കും. അങ്ങനെയല്ല. പക്ഷെ അതിന്റെ ആ ഒരു, സ്വാമിജി പറയും, ഒരു പ്രാർത്ഥന ഉള്ളിലുണ്ടായിരിക്കട്ടെ എന്നാണ്. എന്താണ്? നിന്റെ മാധുര്യം ഞാനിതാ എടുക്കാൻ പോവുക, പക്ഷെ നീ വിഷമിക്കണ്ട, നീ ഇല്ലാതെയാവില്ല, വാക്കായി ഞാൻ സഹചർക്ക് കൊടുക്കാം എന്ന്. അതിലൊരു ഒരു സമീപനമാണത്, ഒരു പ്രേമപൂർവമായിട്ടുള്ള സമീപനം. നീ ഇല്ലാതെയാവില്ല, പക്ഷെ നിന്നെ ഞാൻ എന്റെ വാക്കുകളിൽ വാക്കുകളിൽ ആവിഷ്കരിക്കും. എന്നിട്ട് ഞാൻ എന്റെ സഹചരനോട്, എന്റെ ചുറ്റുമുള്ളവനോട് മധുര ഭാഷണം നടത്തും. അതുകൊണ്ട് എന്റെ വാക്കുകളായി നീ പുറത്തേക്ക് വരുന്നു. ഇത് എന്ന് പറഞ്ഞിട്ട്, ഇതാണ് അതിന്റെ ഉപാസന, സമീപത്തിരിക്കൽ.
ഉപാസതേ, സമീപത്ത് ആരിയിരിക്കുന്നു? മയി, എന്നിൽ, ആവേശിത ചേതസ, എന്നിൽ മനസ്സ് ചേർന്നിട്ടുള്ള, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. തേഷാം അഹം ന ചിരാത്, തേഷാം അവർക്ക്, അഹം ഞാൻ, ന ചിരാത് ഒട്ടും വൈകാതെ, ചിരാത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരാതല്ല, മൺചിരാത്, ചിരാത് എന്ന് പറഞ്ഞാൽ ന ചിരാത് ഒട്ടും വൈകാതെ, മൃത്യു സംസാര സാഗരാത് മരണമാകുന്ന സാഗരത്തിൽ നിന്ന്, സമുദ്ധർത്ത ഭവാമി, അഹം സമുദ്ധർത്ത ഭവാമി, ഞാൻ അതിന്റെ സമുദ്ധാരകനായി, അതിനെ ഉദ്ധരിക്കുന്നതിനായി ഞാൻ ഭവിക്കുന്നു. മരണത്തിൽ നിന്ന് ഞാൻ അവനെ കരകയറ്റുന്ന. അപ്പൊ ഭക്തി അമൃതമാണ്. ഭഗവാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറയുന്നതും അതാണ്, അമൃതം എന്ന്. തുടർന്ന് ഇത് ചെറിയൊരു അധ്യായമാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഭക്തിയോഗത്തിലുണ്ട്. നമുക്ക് നാളെ അതിനെ പരിചയപ്പെടാം, വരുന്ന ദിവസത്തിൽ. സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേന ഏവ യോഗേന മാം ധ്യായന്തഃ. സർവകർമ്മങ്ങളെയും ഭഗവാനിൽ സമർപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ടോ എന്നെ തന്നെ ഞാനാകട്ടെ ലക്ഷ്യം. എന്നിട്ടോ ആരാണോ അങ്ങനെ ധ്യാനിക്കുന്നവര്, ഉപാസിക്കുന്നത്, അവര് എന്നിൽ തന്നെ ചേർന്ന മനസ്സോടുകൂടിയിട്ട് അവർക്ക് ഞാൻ ഒട്ടും വൈകാതെ അവരുടെ ഉദ്ധാരണത്തിനായിട്ട്, എന്താണ് ഇവിടെ ഉദ്ധാരണം? മൃത്യു സംസാര സാഗരം, മൃത്യുവിൽ നിന്ന് അവരെ താരണം ചെയ്യിക്കാൻ വേണ്ടി ഞാൻ സമുദ്ധർത്ത ഭവാമി, ഞാൻ അതിന്റെ സമുദ്ധാരകനായി ഭവിക്കുന്നു. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. വരുന്ന ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മയ്യേവ മന ആധത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മയി ഏവ മന ആദത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയി ഏവ അത ഊർധ്വം ന സംശയഃ. മയി ഏവ മന, മയി എന്ന് പറഞ്ഞ പരമാത്മ സ്വരൂപമായിട്ടുള്ള മയി, ഏവ എന്നിൽ തന്നെ, മന മനസ്സിനെ, ആദത്സ്വ നീ ഉറപ്പിക്കൂ, മനസ്സിനെ ആവേശിപ്പിക്കൂ പറയും, മനസ്സിനെ വയ്ക്കുക. അതുപോലെ തന്നെ മൈ ബുദ്ധിം നിവേശയ, ബുദ്ധിയെയും എന്നിൽ തന്നെ വയ്ക്കും. പിറകിലേക്ക് നോക്കുക, മനസ്സും ബുദ്ധിയും. ഇവർ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വിജയമാണ് എന്ന് പറയാം. ഇത് മനസ്സൊരു വഴിക്ക് പോണു, ബുദ്ധി വേറൊരു വഴിക്ക് പോകുന്നു. അതാണ് ഗണപതിയുടെ രണ്ട് കാല്, ഒന്ന് മനസ്സും ഒന്ന് ബുദ്ധിയുമാണ് അത്രേ, ഒന്നിനെ ചേർത്ത് വെച്ചിരിക്കണം. അപ്പൊ മനസ്സ് ബുദ്ധി രണ്ടും, മനസ്സ് എന്ന് പറഞ്ഞാൽ ചഞ്ചലാത്മിക, ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മിക. ഒന്ന് എപ്പോഴും സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ചു തരുന്നു. അപ്പൊ ഇത് രണ്ടും രണ്ടാണോ? അല്ല എന്ന് പറയാം. മനസ്സ് എപ്പോഴാണോ നിശ്ചയത്തിലേക്ക് വരുന്നത്, ചാഞ്ചല്യം ഇളകുന്ന സമയത്ത് പിന്നെ അവിടെ മനസ്സിന് നിലനിൽപ്പില്ല, പിന്നെ ബുദ്ധിയേ ഉള്ളൂ. അപ്പൊ നീ എന്നിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനേ ഉള്ളൂ, എന്തിലെങ്കിലും ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പം മൈ ബുദ്ധിം, മൈ മനഃ ബുദ്ധിം ആവേശ്യ, എന്നില് മനസ്സിനെയും ബുദ്ധിയെയും ആദത്സ്വ ഉറപ്പിക്കൂ. ഇതിനെ ഒന്ന് എന്താ വിചാരം ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെയാണ് മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ ഭഗവാനിൽ ഉറപ്പിക്കുക? അപ്പൊ നമ്മൾ ലോകത്തെ കാണുന്നു, മുൻപ് സൂചിപ്പിച്ച ഒരാശയാണ്, എന്നാലും ഈ സന്ദർഭത്തിൽ ഒന്നുകൂടെ മനനം ചെയ്യാം. നമുക്ക് ഈ വിശ്വത്തിലെ ഓരോന്നിനെയും രണ്ട് പ്രകാരത്തിൽ നോക്കിക്കാണാം. ഏത് രീതിയിൽ? രണ്ട് രീതിയിൽ. ഒന്ന് ഞാനോടുകൂടി, ഞാൻ ചേർത്ത്, ഞാൻ എന്ന അഹംഭാവത്തോടുകൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടിയിട്ട്. പിന്നെയോ ഞാനില്ലാതെ. ഈ ഞാനോടുകൂടി കാണുന്ന, ഞാനോട് ചേർത്ത് ഈ വിശ്വത്തെ കാണുമ്പം വിശ്വം അപൂർണമാണ് എന്നെ സംബന്ധിച്ച്. എല്ലാ അവിടെയാണ് ദ്വൈതം ഉണ്ടാകുന്നത്. ദ്വൈത ആചരണം എന്നുള്ളത് ഈ കാഴ്ചപ്പാടിലാണ്. ഇപ്പൊ നിങ്ങൾ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ ഈ ഒരു സത്യം പറയുന്നുണ്ട്. ആരോട്? അച്ഛനോട് തന്നെ. എവിടെ നിന്റെ നാരായണൻ എന്ന് ചോദിക്കുന്ന സമയത്ത്
എല്ലായിടത്തും ഉണ്ട്. പ്രഹ്ലാദൻ ഇന്നടത്ത് അപ്പൊ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ തൂണിലുണ്ട്. ഒരിക്കലൊരു പ്രഹ്ലാദൻ പറഞ്ഞു അത്ര, ഈ തൂണിലില്ല അച്ഛാന്ന്. അത് നാടകത്തിലായിരുന്നു. അച്ഛൻ അടിക്കാൻ പോയപ്പോ, കാരണം ആ തൂണിലായിരുന്നില്ല നരസിംഹം ഒളിച്ചിരുന്നത്, വേറൊരു തൂണില്ല. അതെ, അങ്ങനെ പ്രഹ്ലാദനെ സംബന്ധിക്കുന്ന ഒരുപാട് തമാശകളുണ്ട്. പക്ഷെ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. അപ്പൊ പ്രഹ്ലാദൻ പറയുന്ന സമയത്ത് പ്രഹ്ലാദൻ ഞാനില്ലാതെയാണ് കാണുന്നത്. പ്രഹ്ലാദൻ നാരായണനെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് നാരായണൻ ആവിർഭവിച്ചേ മതിയാകും. പിന്നെ നാരായണന്റെ ഉത്തരവാദിത്തമാണത്, പ്രഹ്ലാദന്റെ ഉത്തരവാദിത്തമല്ല എന്ന് പറയും. പിന്നെ ഏതൊക്കെ വരം എടുത്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ പ്രകാരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ലൂപ്പ് ഹോള് ഭഗവാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനോടുകൂടി ഞാനില്ലാതെ. അപ്പം ഇതിന്റെ ഒരു മനഃശാസ്ത്രം ഇന്ന് പല ഗവേഷണങ്ങളും നടക്കുന്നു. നിങ്ങൾ ഈ ഗവേഷണങ്ങളൊക്കെ വല്ല ഗവേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലേക്ക് വരുന്ന പാശ്ചാത്യര് അവരാണ് നമ്മുടെ ജലം, നമ്മുടെ വെള്ളം, അതുപോലെ നമ്മുടെ ഇവിടുത്തെ വായു, ഇവിടെയുള്ള പലതും നമുക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞത്, വേണ്ടത്ര വൃത്തിയില്ല എന്ന് പറഞ്ഞത് അവരാണ്. കാരണം അവർ നോക്കുന്ന സമയത്ത് ഒരു കുളത്തില്, ഒരു പുഴയില് പശുവിനെ കുളിപ്പിക്കണു, അതിന്റെ ഇപ്പുറത്തെ കുട്ടികൾ ചാടി കുളിക്കണു, വെള്ളം ചില ചെറിയ കുട്ടിയൊക്കെ വെള്ളം അങ്ങനെ കുടിക്കണു നീന്തം പഠിക്കുന്ന സമയത്ത്. തൊട്ടപ്പുറത്ത് പോത്താണ്, എന്താ പറയാ, പോത്തിനെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കണു. എല്ലാ പരിപാടികളും നടക്കുന്നു. നോക്കുമ്പോഴോ ഇവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല, നല്ല ആരോഗ്യവാന്മാര്. എന്നാൽ അവിടെ ഉള്ളവർക്ക് ഇത് സാധിക്കുമോ? അവരെന്തെങ്കിലും ഒരു വെള്ളം അറിയാതെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം അബദ്ധമാണ്. അവർക്ക് മറ്റു പല അസുഖങ്ങളും വരുന്നു, വയറിന് അസുഖം വരുന്നു, ഇങ്ങനെ പലതും വരുന്നു. അപ്പം വിദേശത്തൊക്കെ ഉള്ള നിങ്ങൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന പുസ്തകങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ഇടയ്ക്ക്. വിദേശികൾക്കുള്ള നിർദ്ദേശങ്ങൾ അതിൽ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എത്ര കരുതൽ വേണം, അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് നിങ്ങൾ കഴിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഇത്യാദി കാര്യങ്ങളിലൊക്കെ നിറയെ പകർച്ചവ്യാധികളാണത്ര ഇവിടെ. നോക്കണം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ, ലോക എന്താ പറയുക, ജനസംഖ്യയിൽ നമ്മുടെ ജനസംഖ്യ എത്രയാണ്? ഈ ഇത്രയും മനുഷ്യന്മാരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ശക്തി വിശേഷമുണ്ടല്ലോ, വലിയൊരു അത്ഭുതമാണത്. ഇവിടത്തെയൊക്കെ ഗവൺമെന്റ് ആശുപത്രി ലോക്കൽ വാർഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലേ പത്രത്തിൽ? ചില പ്രസിദ്ധമായ ചില വാർഡുകളുണ്ടല്ലോ ഇല്ലേ, ആശുപത്രി അതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കിത് ഏൽക്കാത്തത് എന്നാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഇത് അശുദ്ധമാണ് എന്ന ചിന്തയില്ല എന്നാണ്. മനസ്സിന്റെ വലിയൊരു ബലമാണത്. കാരണം ഞാൻ കുടിക്കുന്ന വെള്ളത്തിൽ പണ്ടൊക്കെ നിങ്ങൾക്കറിയാലോ, ഒരു 15 വർഷം മുൻപൊന്നും നമ്മൾ ഈ ബിസ്ലേരി വെള്ളം അല്ലെങ്കിൽ ഈ ബോട്ടൽ മിനറൽ വെള്ളം കൊണ്ടു നടന്നവരായിരുന്നില്ല. വളരെ അപൂർവം ആളുകൾ ഒരു കുപ്പിയിലൊക്കെ ഒരു കരിങ്ങാലി വെള്ളമൊക്കെ കാച്ചി അതങ്ങനെ വലിയ കാര്യത്തിലൊക്കെ എടുത്ത് കുടിക്കുമ്പോൾ അത് തന്നെ വലിയൊരു അന്തസ്സായിരുന്നു, അല്ലേ? ട്രെയിനിൽ പോലും നമുക്കൊക്കെ ഓർമ്മയുണ്ട്, ട്രെയിനിലെ ആ ബാത്റൂമിന്റെ അകത്തുനിന്ന് കുടിക്കില്ല എന്നേ ഉള്ളൂ, ആ പുറത്ത് കുടിച്ചുകൊണ്ടിരുന്നു. ഇന്നങ്ങനെ പൊതു ടാപ്പിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടോ? ആരും കുടിക്കില്ല. അപ്പൊ നമ്മുടെ ഈ സ്നാനഘട്ടങ്ങളൊക്കെ തന്നെ, പമ്പയാവട്ടെ ഇതുപോലുള്ള മറ്റു പലതും, അതിലൊക്കെ പോയി സ്നാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മൾ മനസ്സിൽ ആദ്യം പ്രതിഷ്ഠിക്കുന്നുണ്ട്, ഇതെന്താണ്? ഇത് പരിശുദ്ധമാണ്. അപ്പൊ ഭാരതീയൻ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ദിവ്യത കൊടുക്കലുണ്ടല്ലോ, അത് വലിയൊരു എന്താ പറയുക, നമ്മുടെ ഈ ഇത്തരത്തിലുള്ള എല്ലാറ്റിനെയും അകറ്റാൻ പോകുന്നതാ. നമ്മളത് പരിശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട്. സ്വാമി ഒരു പഠനം വായിക്കുകയായിരുന്നു ഇന്ന്. അതിൽ കൊടുത്തിരിക്കുന്നത് 60കളിൽ ഗവേഷണങ്ങളൊക്കെ വളരെ പണ്ട് നടന്നിട്ടുണ്ട്. 60കളിൽ വിദേശത്തു നിന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നിട്ട് ഇവിടത്തെ കനലാട്ടത്തെ, കേരളത്തിൽ വന്നിട്ട് 1960 സംഭവം, കനലിന്റെ മുകളിലൂടെ നടക്കുന്ന ആളുകളെ ഇവര് നോക്കിയിട്ട് അവർക്ക് കാലൊന്നും പൊള്ളുന്നില്ല. എന്നിട്ട് ഒരു സാഹിബ് നടന്നു നോക്കിയപ്പോ ആകെ പ്രശ്നമായി. അവിടെ കാല് മുഴുവൻ പൊള്ളി. അയാൾ ചോദിച്ചു, ഇത്ര ആളുകൾ നടക്കുന്നുവെങ്കിൽ എനിക്കും എന്തുകൊണ്ട് നടന്നുകൂടാ? അപ്പൊ ഇവരോട് ചോദിച്ചു,
ആരാണ്, എന്താണ്? അപ്പൊ അവര് പറയുന്നത് അവർക്കൊരു സമർപ്പണമുണ്ട് തൊട്ട് മുമ്പായിട്ട്. ഈ അഗ്നി തങ്ങളെ പൊള്ളിക്കില്ല, ഈ തങ്ങളെ കാക്കുന്നത് അവിടുത്തെ ഒരു ദേവനായിരിക്കും. അത് ഏത് ദേവനാണോ അത് ചിലപ്പോൾ കുട്ടിച്ചാത്തനായിരിക്കാം, അല്ലെങ്കിൽ ശിവനായിരിക്കാം, അയ്യപ്പനായിരിക്കാം, എന്തോ ആയിരിക്കാം. ഈ തൂക്കത്തിൽ സംഭവിക്കുന്നത് അതാണ്. ഇതൊന്നും എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഭക്തി എന്ന് അതല്ല സ്വാമി പറയുന്നത്. മനസ്സിന്റെ ആ ഒരു കൽപ്പനയുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഇവർ നടത്തിയത് ഇതാണ്. അപ്പം പിന്നെ അവര് നോക്കി, ശ്രമം നടത്തി, പിന്നെ അതിൽ ഗവേഷണങ്ങളൊക്കെ നടത്തി. അപ്പൊ അവരിപ്പം സ്ഥിരീകരിച്ചിരിക്കുന്നു അന്ന് തന്നെ. എന്താണ്? മനസ്സ് ഒന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ, സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് വരുമ്പം ശരീരത്തിൽ നിന്ന് പിന്നെ ശരീരത്തിന് ഇത്യാദി ഈ പൊള്ളല് ഇത്യാദി വികാരങ്ങളൊന്നും ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറഞ്ഞത് ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അപ്പൊ മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ സമർപ്പിക്കാൻ പറയുമ്പം ഞാൻ പൂർണ്ണനാണ്, എന്നിൽ അപൂർണതയില്ല. നമുക്ക് ഈ അപൂർണതാ ഭാവമാണ്. വെള്ളം കുടിക്കുന്നതിന് മുമ്പേ എനിക്കിത് വയറ്റുനോക്ക് പിടിക്കുന്ന തോന്നുന്നത്, പിന്നെ പിടിച്ചു കഴിഞ്ഞു, പിന്നെ പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് എന്തെങ്കിലും വരുമോ, ഇവിടെ കടന്നാൽ ഞാൻ ശ്വാസം മുട്ടി ചാവുന്നേ തോന്നുള്ളൂ, ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നുന്നില്ല ഈ മുറിയിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേ, ഒരു കൊതു ഉണ്ടെങ്കിൽ മതി, ഒരു കൊതു മതി എന്റെ ഉറക്കം കളയാൻ. പിന്നെ കൊതു ഇല്ലെങ്കിലും നമ്മൾ കൊതുവിനെ സൃഷ്ടിക്കും. അപ്പൊ ഭഗവാൻ ഇവിടെ മന ബുദ്ധിം ആദത്സ്വ എന്ന് പറയുമ്പം പൂർണ്ണതയിലേക്ക് ആയിരിക്കട്ടെ നമ്മുടെ മനോബുദ്ധികളുടെ സമർപ്പണം. അപ്പൊ എനിക്ക് എന്നോട് കൂടിയിട്ടും ഞാനില്ലാതെയും ഈ ലോകത്തെ കാണാം. അപ്പൊ ഞാനില്ലാതെ കാണുന്നത് എന്താണ്? ലോകം മാത്രമാണ്. അവിടെ നാരായണനാണ്. യാതൊന്ന് കാൺമതത് എപ്പോഴാണത്? ഇങ്ങനെ കാണുമ്പം. അല്ലാതെ ഞാനിങ്ങനെ കാണുന്നതെന്നല്ല. അപ്പൊ ഞാൻ കാണുന്നത് മുഴുവൻ നാരായണ പ്രതിമയാണെന്ന് പറയും. ഞാനെ മൈനസ് ചെയ്താൽ, ഞാനെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ ഞാനോടുകൂടി ഞാനില്ലാതെ. അതിനെ ഭഗവാൻ ഇവിടെ പറയുന്നു, മൈ ആദത്സ്വ, എന്നിൽ സമർപ്പിക്കൂ, ബുദ്ധിം നിവേശയ, ബുദ്ധിയെയും നീ നിവേശിപ്പിക്കൂ. എന്നിട്ടോ അതഹ, അനന്തരം ഇത് ഈ ഇത്തരത്തില് ഉള്ള ബുദ്ധിയുടെ സന്നിവേശിപ്പിക്കൽ തുടർന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്താ പറയാ, ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, അല്ലെങ്കിൽ നിന്റെ പ്രയാണത്തില് മൈ ഏവ നിവസിഷ്യസി, നീ എന്നിൽ തന്നെ ചേർന്ന് നിൽക്കും. എന്ന സംശയ, ഈ വിഷയത്തിൽ അർജുന സംശയിക്കേണ്ടതില്ല. നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റേണ്ടതുണ്ട് എന്ന് പറയും. അപ്പൊ കാഴ്ചപ്പാടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ കാഴ്ചപ്പാടിൽ എന്താ ഇവിടെ പറയുന്നത്? മനോബുദ്ധികളെ ഒന്ന് സന്നിവേശിപ്പിക്കൽ. അപ്പൊ മനോബുദ്ധികളെ നമുക്ക് വേണ്ടത്ര സന്നിവേശിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിലപ്പോ എന്താ ചെയ്യാം? ഭഗവാൻ വഴി കുറേ പറഞ്ഞു തരുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ ഒരു സൗകര്യം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് പറ്റില്ലെങ്കിൽ വേറൊന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എന്താ വഴിയെന്ന്. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഃ മാമിച്ഛാപ്തും ധനഞ്ജയ. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതഃ മാം ആപ്തും ഹേ ധനഞ്ജയ. ഹേ ധനഞ്ജയ, അല്ലയോ അർജുന, അതാ ഇനിയും ചിത്തം മയി സ്ഥിരം സമാധാതും ന ശക്നോഷി, നിന്റെ മനസ്സിനെ മയി എന്നില് സ്ഥിരം സമാധാതും സ്ഥിരമായി ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ന ശക്നോഷി, അശക്തനാണ് നീ എങ്കിൽ പിന്നെന്താ വഴി? അഭ്യാസയോഗേന, അഭ്യാസയോഗം കൊണ്ട്. അഭ്യാസയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജിമ്മിൽ പോവലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന്. നമ്മൾ അഭ്യാസം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? രാവിലെ തന്നെ എണ്ണയൊക്കെ തേച്ച്, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഒരു അലസനായിട്ടിരിക്കുന്ന ഒരുവനെ അവനെ ഒന്ന് ഉണർത്താൻ വേണ്ടി, ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു ജിമ്മ് പോയിക്കോളാൻ. അവനും വിചാരിച്ചു ഒന്ന് ജിമ്മിൽ പോയാൽ ആക്റ്റീവ് ആകുമെന്ന്. അവിടെ പോയിട്ട് എന്തോ ഒരു കട്ട എടുത്ത് പൊക്കിയതാണ്. അതോടുകൂടി ആളുടെ എന്തോ ഒന്ന് പോയി.
പിന്നെ ഡോക്ടർ പറഞ്ഞു 6 മാസം അനങ്ങരുത്. അവന് വലിയ സന്തോഷമായി. അതെ, 6 മാസം അനങ്ങണ്ടല്ലോ, ആക്റ്റീവാകാൻ പോയത് ആളാണ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശീലനം. അഭ്യാസയോഗേന, ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് മാം ആപ്തും ഇച്ഛ, എന്നെ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കൂ. അതുകൊണ്ട് ഒരു പരാജയം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നീ വിഷമിക്കരുത്. ഉടനെ അയ്യോ എനിക്ക് നടക്കും തോന്നുന്നില്ല, അങ്ങനെ നീ ചിന്തിക്കാതിരിക്കൂ. പിന്നെയോ വീണ്ടും ആവർത്തിച്ച് പരിശീലിക്കാൻ തയ്യാറാക്കൂ. മനോബുദ്ധികൾ വീണ്ടും പ്രപഞ്ചത്തെ കാണുന്ന സമയത്ത്, ഓരോന്നിനെ നോക്കുന്ന സമയത്ത് ഞാനോടുകൂടി തന്നെ ഞാൻ വീണ്ടും കാണുന്നുവെങ്കിൽ, ഞാൻ മാറ്റിയിട്ട് ഈ വിശ്വം മുഴുവൻ ഞാനാണെന്ന്, അത് ഭഗവാനാണെന്ന് കാണാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ പരിശീലിക്കൂ. ആവർത്തിച്ച് പരിശീലിക്കൂ. ഇങ്ങനെ ആവർത്തിച്ച് പരിശീലിക്കുന്ന കാര്യം നീ പരിശീലിക്കൂ. എന്നാൽ നിനക്ക് എന്നെ പ്രാപിക്കാം. ഭഗവാനെ, ഇതും നടക്കും എന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും അങ്ങേക്ക് പറയാനുണ്ടോ? ഈ ആവർത്തിച്ചുള്ള പരിശീലനം ഉണ്ടോ? സ്വാമി, അതും നടക്കില്ല. ശരി, വിട്ടേക്കൂ. വേറെ എന്തെങ്കിലും പറ്റുമോ നോക്കാം. ഭഗവാൻ പറയണു, ഇതും ശരിയാവുന്നില്ല എങ്കിൽ നിനക്ക് ഞാൻ വേറെ പറഞ്ഞുതരാം. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസേ അപി അസമർത്ഥഃ അസി മത്കർമ്മ പരമഃ ഭവ മദർത്ഥം അപി കർമാണി കുർവൻ സിദ്ധിം അവാപ്സ്യസി. അഭ്യാസേ അസമർത്ഥഃ അസി, അഭ്യാസത്തിൽ നീ സമർത്ഥനല്ല എങ്കിൽ, അത് നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ. മത് കർമ്മ പരമഃ, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനായി തീരൂ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർമ്മം, ഈ കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ 4-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 3 മുതൽ കർമ്മത്തെയും അതിന്റെ ആ അറിവിനെയും പിന്നെ ആ അറിവ് ഉൾക്കൊണ്ട് കർമ്മം ചെയ്യുന്നതും എന്നിട്ട് ഈ കർമ്മത്തിൽ നിന്നൊക്കെ വിടുതലും, അതായത് പ്രവൃത്തിയും നിവൃത്തിയും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ കർമ്മത്തെ പല പ്രകാരത്തിൽ നമുക്ക് കാണാമെന്ന് പറയാം. നമുക്ക് മനസ്സിലാവില്ല. എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകൂ എന്ന് പറയുമ്പം കർമ്മം ചെയ്യാനുള്ള സാധ്യതകൾ അത്തരത്തിലാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം നമ്മളെയൊക്കെ അങ്ങനെയാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ സാധ്യതകൾ ഉള്ളിലുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് എന്ന്. അപ്പൊ കർമ്മം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇരിക്കെ അത് ചെയ്യാത്തവനാകുക എന്ന് പറയുമ്പം അത് അവന്റെ അഹങ്കാരമാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കാത്തത്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകൂ എന്ന് പറയുമ്പം നീ നിന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ പൂർണ്ണതയ്ക്കായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യൂ അർജുന. അത് നിനക്കൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് പറയാം. കാരണം എന്താണെന്നറിയോ, നീ ഇപ്പൊ ഈ അമ്പുവില്ലൊക്കെ താഴെ വെച്ചിട്ടുണ്ട്, ഞാനൊന്നും താഴെ ഇറക്കി വെച്ചിട്ടില്ല. നീ അത് എടുക്കൂ. അർജുനൻ അത് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ മൂപ്പര് അത് താഴെ വെച്ചിരിക്കുക. ഭഗവാൻ ഒന്നും താഴേക്ക് ഇട്ടിട്ടില്ല. മനസ്സിലാവുന്നില്ലേ? ഭഗവാനെ സംബന്ധിച്ച് ഒന്ന് വലിച്ചാൽ മതി, അപ്പ കുതിര ഇളവെന്ന് പറയാം. അപ്പൊ അർജുനന് വേണ്ടി ഒന്നിങ്ങനെ പിടിച്ചു നിർത്തിയതാണ്. അർജുനൻ അങ്ങനെയല്ല. അർജുനൻ ഇതൊക്കെ ഇനി കെട്ടിപ്പൊക്കി വെക്കണം. തൽക്കാലം തന്റെ അഹങ്കാരമാണ് അത് താഴെ വെപ്പിച്ചത്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എടുക്കൂ. അത് നീ വെച്ചതേ അജ്ഞാനം, ഇനി എടുക്കാതിരിക്കുന്നതും അജ്ഞാനം. അതുകൊണ്ട് തയ്യാറാകും. അഭ്യാസേ അസമർത്ഥഃ അസി മത് കർമ്മ പരമഭവ, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനായി തീരുക. അങ്ങനെയാണെങ്കിലോ മദർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി കർമാണി കുർവൻ അപി, കർമ്മങ്ങളെ ചെയ്യുന്നവനായാൽ പോലും ത്വം സിദ്ധിം അവാപ്സ്യസി, നിനക്ക് കിട്ടുന്നത് പരമമായ സിദ്ധിയെയാണ്. ഈ ആശയം, അതായത് അർജുനൻ 6-ാം അധ്യായത്തിൽ ഭഗവാനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
എപ്പോഴാണത് ചോദിച്ചത് എന്നാണെങ്കിൽ 6-ാം അധ്യായം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗീതയിൽ 6-ാം അധ്യായത്തില് ഒരു 34-ഉം 35-ഉം ശ്ലോകങ്ങൾ എന്താണ് 34, 35. 34-ല് അർജുനൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ മനസ്സ് ചഞ്ചലമാണ്. ഒന്ന് പിറകിലേക്ക് വരുന്നത് നല്ലതാട്ടോ. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. എന്റെ പടച്ച തമ്പുരാനെ, ഇത് വായുവിനെ പോലെ ദുഷ്കരമാണ്, അങ്ങ് ഇതിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് പണ്ടേ മൂപ്പര് പറഞ്ഞിട്ടുള്ളതാണ്. ഹരി അർജുനൻ, അങ്ങ് ഇതൊക്കെ നിഗ്രഹിക്കാനും അതും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് വായുവിനെ പോലെ ദുഷ്കരമാണ്. മാത്രമല്ല ചഞ്ചലം ഹി, ഭഗവാൻ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അങ്ങനെ ഇളകുന്ന ഒരു സാധനത്തിന് അങ്ങ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതിനാണ് ഭഗവാൻ ഉത്തരം കൊടുത്തത്. എന്താ ഭഗവാൻ ഉത്തരം കൊടുത്തത്? അസംശയം മഹാബാഹു, അർജുന നീ പറഞ്ഞതിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ മനോ ദുർനിഗ്രഹം ചലം, മനസ്സ് നിഗ്രഹിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടിയിട്ട് അഭ്യാസേന തു കൗന്ദേയ, ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അഭ്യാസം എന്നത്. സ്വാമി ഓർമ്മയെ അതെ, അഭ്യാസം കൊണ്ട്, അതുപോലെ വൈരാഗ്യേണ ച ഗൃഹ്യതേ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അഭ്യാസം കൊണ്ട്, അതുപോലെ വൈരാഗ്യേണ ച ഗൃഹ്യതേ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഇത് സാധിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ അഭ്യാസത്തെ ഭഗവാൻ വീണ്ടും അവതരിപ്പിച്ച്, ഈ അഭ്യാസം നിനക്ക് പറ്റുന്നില്ല എങ്കിൽ, ആവർത്തിച്ചുള്ള പരിശീലനത്തിന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ. ഭഗവാൻ കാര്യങ്ങളെ ഒന്ന് മാറ്റി പറയണം. നമ്മൾ അങ്ങനെയാണല്ലോ, കുട്ടികളോട് ഒന്ന് കാര്യം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടാവും. ഇപ്പൊ ഇഡലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എന്നാ ശരി, ഞാൻ നിനക്ക് ദോശ തരാം. കാര്യം എന്താപ്പോ ഒന്നും അങ്ങോട്ട് പരത്തിയാ പോരെ? നമ്മളെന്തിനാ എത്ര ശാഠ്യം പിടിക്കുന്നത്? നമ്മുടെ ഉദ്ദേശം എന്താണ്? കുട്ടിക്ക് വയറ് നിറയണം, ഇത്രയല്ലേ വേണ്ടൂ, അവനനുസരിച്ച് കൊടുക്കാം. അപ്പൊ മോനെ എന്താ വേണ്ടത്? ചില അമ്മമാരുണ്ട്, എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. അതെന്താ? എനിക്ക് ഇഡ്ഡലി വേണ്ട. എന്നാ മോൻ എന്താ വേണ്ടത്? എന്നാ മോൻ ഒരു കാര്യം ചെയ്യൂ, ദോശ തരാം അമ്മ, അല്ലെങ്കിൽ പത്തിരി തരാം. അതിനാണല്ലോ, ഈ കുട്ടികളെ പറ്റിക്കാനാണ്. ഇപ്പൊ ഈ ചെറിയ ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി. കുട്ടികളെ പറ്റിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു കൗതുകമാണ് അതിലൊക്കെ കൊടുക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എന്ന്. ഇതുപോലെ ഭഗവാൻ ചില ചില തന്ത്രങ്ങൾ, ആ ഒരു കാരുണ്യം നോക്കണം, എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നീ അതിന് സമർത്ഥനല്ല എങ്കിൽ നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവനാകൂ. അങ്ങനെ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതിലൂടെ നീ എന്ത് പ്രാപിക്കുന്നു? സിദ്ധിയെ പ്രാപിക്കുന്നു. നടക്കൂല ഭഗവാനെ. എന്ത്? അങ്ങേക്ക് വേണ്ടി കർമ്മം ചെയ്യല്. എന്താ ചെയ്യാ? ഭഗവാൻ പറയുന്നു, ഒരു കാര്യം ചെയ്യൂ. എന്താ പറയാം? അഥൈതദപ്യശക്തോസി കർത്തും മധ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. അത ഏതദപി അശക്തഃ അസി കർത്തും മദ്യോഗം ആശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാ ആത്മവാൻ. യഥാത്മവാൻ. അതാ അനന്തരം ഇനിയും, എന്നിട്ട് ഏതദപി കർത്തും അശക്തഃ അസി, ഇതു ചെയ്യാനും നീ അശക്തനാണ് എങ്കിൽ. അപ്പൊ ഇതും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ത്? അഭ്യാസം. അതും പറ്റില്ല. പിന്നെയോ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യാം, ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മം മുഴുവൻ ഭഗവാന് വേണ്ടി. അതെങ്ങനെയാ അപ്പം ഭഗവാന് വേണ്ടി അങ്ങനെ കർമ്മം ചെയ്യുന്നത്? അതൊന്നും പറ്റില്ല. ശരി, നിനക്ക് പറ്റില്ല എങ്കിൽ ഇരിക്കട്ടെ. ഏതദപി കർത്തും അശക്തഃ അസി തതഃ, പിന്നെ നീ എന്താ വേണ്ടത്? മത് യോഗം ആശ്രിതഃ. മദ്യോഗം, എന്റെ യോഗത്തെ, എന്റെ ചേർച്ചയെ, ആശ്രിതഃ ആശ്രയിച്ചിട്ട്, യഥാത്മവാൻ മനസ്സിനെ അടക്കിയിട്ട്, സർവകർമ്മ ഫലത്യാഗം കുരു, സർവകർമ്മങ്ങളുടെയും
ഫലത്തെ ത്യജിക്കുന്നവനായി ഭവിക്കൂ അർജുന. സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുന്നവനായി ഭവിക്കൂ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടിയാൽ അത് ആശ്രമത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് അമ്പലത്തിന്റെ ഭണ്ഡാരത്തിലിടുക. സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക. നമുക്ക് ഈ കർമ്മം, കർമ്മഫലം എന്ന് കേട്ടാൽ ഒറ്റ ചിന്തയുള്ളൂ, ജോലി, ശമ്പളം. കർമ്മഫലം എന്ന് പറഞ്ഞാൽ കാശ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. കാശ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ. ഇതാണ്, ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കണം. കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങള് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ വരും? സന്താന രൂപത്തില്, ഭർത്താവിന്റെ രൂപത്തില്, അല്ലെങ്കിൽ വ്യാധി രൂപത്തില്, മറ്റു പല ഇതിലൊക്കെ വരും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാനിത് എന്ത് ചെയ്തിട്ടാണ്, എനിക്കതാ മനസ്സിലാവാത്തത്. പക്ഷെ ഈ ചോദിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതൊന്നും അറിയില്ലേ സ്വാമി. രാവിലെ മുതൽ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവരെ സംബന്ധിച്ച് കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ മാത്രമാണെന്ന. അപ്പൊ അവര് പറയുന്നു, ഒരാൾ പറയുന്നു, സ്വാമി ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ ഒരാൾക്കും ഒരു ഉപദ്രവവും ഇതാ ഇന്നേ തീയതി വരെ ഞാൻ ചെയ്തിട്ടില്ല. ഈ പറച്ചിൽ തന്നെ ഒരു ഉപദ്രവമാണ്, അത് വേറെ. അപ്പൊ നമ്മൾ വിചാരിക്കണം, നമ്മുടെ പ്രവൃത്തികൾക്ക്, നമ്മൾ തമാശ പറയുകയാണെങ്കിലും നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ തന്നെ നാം ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മളൊരു ഭിക്ഷാടനത്തിന് വന്ന ഒരാൾക്ക് ഒരു കാശ് കൊടുക്കുന്ന സമയത്ത് എല്ലാറ്റിനും നമുക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു ന്യായീകരണങ്ങളുണ്ട്. ഈ വേദത്തിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ ആചാര്യന്മാര് കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ? ശങ്കരാചാര്യ സ്വാമികൾ കർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. വേദാധ്യയനം, അതിനനുസരിച്ചിട്ട് വേദത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് കർമ്മം ചെയ്യണം എന്നൊക്കെയാണ്. അപ്പൊ ഈ കർമ്മം ചെയ്യുന്ന, ഞാൻ ഇതുവരെ ചെയ്ത കർമ്മങ്ങളിലൊക്കെ എനിക്ക് പ്രമാണമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ കർമ്മശാസ്ത്രത്തിന് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഓരോരോ കർമ്മങ്ങൾ, അതിലെനിക്ക് എന്താണ് പ്രചോദനമായത്, എന്താണ് പ്രമാണമായത്? അതൊന്നുമില്ല. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് വന്നിരിക്കുന്ന കുറെ ഫലങ്ങളുണ്ട്, പലതും അതൊക്കെ വിരുദ്ധമായിട്ടുള്ളതാ, എന്റെ മനസ്സിന് ചേരാത്തതാ. അപ്പൊ ഇത് എനിക്ക് എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു? ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിക്കുന്ന, ഏതൊരു സാധാരണക്കാരനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ ചോദ്യം വളരെ ലളിതമാണ്. നമ്മുടെ തലയിൽ മുടി ഇരിക്കുന്നത് കർമ്മഫലമാണെന്നാണ്. അതാരെങ്കിലും പറയാറുണ്ടോ? ചിലപ്പോ തലമുടി പെട്ടെന്ന് കൊഴിയുമ്പോൾ പറയാറുണ്ടാവുമായിരിക്കും, എന്തോ എന്റെ കർമ്മഫലാണ് ഇതിങ്ങനെ കൊഴിഞ്ഞു പോണത് എന്ന്. അല്ലെങ്കിൽ കണ്ണ് കാണുന്നത്, നമുക്ക് നടക്കാൻ സാധിക്കുന്നത്, ഉറങ്ങാൻ സാധിക്കുന്നത്, ഉണരാൻ സാധിക്കുന്നത്, രക്തമുണ്ടായത്, ഇങ്ങനെ ശരീരത്തിലെ ഒരുപാട് മലമൂത്ര വിസർജനാദികൾ, വിയർപ്പ്, ഇതൊക്കെ കർമ്മഫലമാണ്. നമ്മൾ എണ്ണാറുണ്ടോ അങ്ങനെ? ഇല്ലല്ലോ. എന്ത് കർമ്മഫലാണാവോ വിയർക്കുന്നത്? എണ്ണാറുണ്ടോ? ഇല്ല. അപ്പൊ അതിൽ കർമ്മവും കർമ്മഫലവും ഇല്ലേ? ഉണ്ടല്ലോ. അതൊക്കെ എന്തിനാ സ്വാമി നമ്മൾ അന്വേഷിക്കുന്നത്? അതെ, അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ രഹസ്യം പിടികിട്ടുള്ളൂ. കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഞാനാണോ ബോധപൂർവം ഇതൊക്കെ ചെയ്യുന്നത്? അല്ല. ആരെങ്കിലും ബോധപൂർവം ശ്വസിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ശ്വസിക്കാൻ മറന്നുപോയി മരിച്ചവരായിരിക്കും ഏറ്റവും കൂടുതൽ. അതെ അല്ലേ? ബോധപൂർവം നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രക്രിയയാണ് ശ്വസന പ്രക്രിയ എങ്കിൽ ഏറ്റവും കൂടുതൽ മരണം ശ്വസിക്കാൻ മറന്നുപോയിട്ടുള്ള മരണമായിരിക്കാം. അത്തരത്തിലൊക്കെ എന്തെങ്കിലും പ്രകൃതി നമ്മെയാണ് ഏൽപ്പിച്ചതെങ്കിൽ, ഇല്ലേ? എന്നിട്ട് തന്നെ നമ്മൾ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു, അല്ലേ? എന്തൊക്കെ ശ്രദ്ധാപൂർവം ഭഗവാൻ ചെയ്തിട്ടുണ്ടെന്നറിയോ? ഓരോ കാര്യങ്ങളും.
അപ്പൊ കർമ്മം, കർമ്മഫലം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഈ രൂപം, ശരീരത്തിന്റെ ഈ ഒരു എന്താ പറയുക, ഇന്ദ്രിയങ്ങളുടെ ഈ രീതി വിധാനം, ഇതെല്ലാം കർമ്മഫലമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പറയുന്ന സർവകർമ്മ ഫലത്യാഗം കുരു എന്ന് പറയുമ്പം പിന്നെ ഇവിടെ പ്രവർത്തിതാവില്ല, പ്രവർത്തിക്കുന്നവനില്ല. ഈ പ്രവർത്തിതാവാണ് ലീലാപരനാവുന്നത്. പിന്നെ അവിടെ ഒരു നടനേ ഉള്ളൂ. പിന്നെ താൻ റോളിൽ അഭിനയിക്കുകയാണ്. ഇതാണ് ഭഗവാന്റെ ഏർപ്പാട്. അതുകൊണ്ടാണ് അദ്ദേഹം ലീല എന്ന് പറയുന്നത്. എല്ലാറ്റിനും ഭഗവാന്റെ ലീലയാണ്. പിന്നെ നമ്മൾ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നു എന്നേ ഉള്ളൂ, മാറി നിന്നിട്ട്. സർവകർമ്മ ഫലത്യാഗം എന്ന് പറഞ്ഞാൽ ഈ അറിവിലേക്ക് ഉണരൽ തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞ അത് വന്നു, ഇത് വന്നു, മോൻ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഇതെന്തുകൊണ്ട്, ഏതുകൊണ്ട്, ഇത് മാത്രമേ ഉള്ളൂ നമ്മെ സംബന്ധിച്ച് കർമ്മവും കർമ്മഫലവും. അല്ലെങ്കിൽ 6 മാസമായിട്ട് ശമ്പളം കിട്ടാനുണ്ട്, ഇതെന്ത് കർമ്മഫലാണാവോ എന്റെ? അല്ലെങ്കിൽ ഭാര്യ പിണങ്ങിപ്പോയി, എന്ത് കർമ്മഫലാണാവോ? അത് നിങ്ങളുടെ ഓരോരോ കുഴപ്പങ്ങളാണ്. അതിലുണ്ട് കർമ്മവും കർമ്മഫലവും ഒക്കെ ഉണ്ട്, എല്ലാം അത് തന്നെയാണ്. പക്ഷെ വെറും ഈ സമയത്ത് മാത്രം അന്വേഷിക്കേണ്ടുന്ന ഒന്നല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം. അതുകൊണ്ടാണ് രമണ മഹർഷി എന്ത് പറഞ്ഞത്? ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തിസാധകം കർത്തൂരാജ്ഞയാ പ്രാപ്യതേ ഫലം കർമ്മ കിം പരം കർമ്മ തജ്ജഡം. കർമ്മം ജഡമാണ്, അതിനെ ചൈതന്യവത്താക്കുന്ന മറ്റൊന്നുണ്ട്. അതാണ് ഈശ്വരൻ എന്ന് പറയാം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്കൊരു മണ്ണ് കിളയ്ക്കാം, മണ്ണ് കിളച്ചിട്ട് അതിലൊരു വിത്ത് ഇടാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുളയ്ക്കട എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. അത് മുളച്ചിട്ട് അതിൽ ഉണ്ടാകുന്ന ചെടി ഉണ്ടല്ലോ, ആ ചെടിയിൽ മുളക് വേണോ തക്കാളി വേണോ എന്ന് നിശ്ചയിക്കുന്നത് വേറെ പലരുമാണ്. കർമ്മഫലം തരുന്ന ദാതാവ് അതിന്റെ ആള് വേറെയാണെന്ന് പറയാം. അപ്പൊ അതെന്തു വേണം? വിട്ടുകൊടുക്കുക. നമ്മൾ മുറുകെ പിടിക്കണ്ട എന്ന് പറയാം. ഇന്ന് നമ്മൾ എന്തിലൊക്കെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു ആരോടോ ഒന്നിങ്ങനെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞതാണ്, മകനെ ഡോക്ടറാക്കുന്ന കാര്യത്തിൽ മകനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതെന്റെ ഒരു ആഗ്രഹമാണെന്ന്. നോക്കൂ, അതൊന്നും ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളാണ്. നമ്മുടെ തീവ്രമായ അഭിലാഷങ്ങൾ കുട്ടികളിലൂടെ പൂവണിഞ്ഞ് കാണണം എന്നാഗ്രഹിക്കുന്നത് ഞാൻ പുളിമരത്തിൽ ഓറഞ്ച് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത് പോലെയാണ്. അതെ. അല്ലെങ്കിൽ ഈ ഇതില്ലേ, എന്താ അതിന് പറയാ, ഈ കാഞ്ഞിരപ്പഴം കാണാൻ നല്ല രസമാണ്. അത് പഴുത്ത് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്നു, ഓ ഇത് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇല്ലേ. ഇതുപോലെയാ നമ്മൾ പലതും. അയ്യോ സ്വാമി, അപ്പൊ കുട്ടികളിൽ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാണോ? വേണ്ട. അല്ല, അതിപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും മനസ്സിലായി തുടങ്ങിയല്ലോ. നമ്മൾ അമിതമായ പ്രതീക്ഷ വയ്ക്കുമ്പം നമ്മുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ അത് മറന്നുപോകും. നമ്മൾ എന്താണ്? സ്നേഹം കൊടുക്കുക, അവരുടെ സാന്നിധ്യം, നമ്മുടെ സാന്നിധ്യം അവർക്ക് ഉറപ്പുവരുത്തുക, അതൊന്നും ഉണ്ടാകാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് സർവകർമ്മ ഫലത്യാഗം കുരു എന്ന് പറയുമ്പം എന്തോ നിങ്ങൾ ചെയ്യുന്നു എന്നല്ല, അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്തൊരു എന്താ പറയാ ശബ്ദമാണ് സർവകർമ്മ ഫലത്യാഗം. ഈ പ്രപഞ്ചത്തെ അതുപോലെ അംഗീകരിക്കാൻ, അതുപോലെ കാണാൻ, അതിന്റെ പൂർണ്ണമായ ഭാവത്തോടുകൂടി സ്വീകരിക്കാൻ ഉള്ള ഒരു സന്മനസ്സുണ്ടല്ലോ, അത് തന്നെയാണ് സർവകർമ്മ ഫലത്യാഗം. അത് നീ ചെയ്യൂ. നീ വെറുതെ മസിൽ പിടിക്കണ്ട എന്ന് പറയാ, നമ്മളോട് പറയാ. മസിൽ പിടുത്തം ഒഴിവാക്കുക. സർവകർമ്മ ഫലത്യാഗം നമ്മൾ ചെയ്യുന്നില്ലേ? കുട്ടികൾക്ക് വേണ്ടി കളിക്കാറില്ലേ? അല്ലേ? കുട്ടികളുടെ കൂടെ കളിക്കുമ്പം നമ്മൾ എവിടെയാ? നമ്മൾ നിൽക്കുന്നത് വേറൊരു സ്ഥലത്താണ്. പിന്നെ നമ്മുടെ ഈ അഭിനയം കുറെ നിർത്തേണ്ടതുണ്ട്. അതാണ് ഇപ്പൊ ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയാം. ഇപ്പൊ രാത്രി ഒരു വീട്ടിലേക്ക് നമ്മൾ എപ്പോഴാണ് ഈ അഭിനയിക്കുന്നത്? വീട്ടിലേക്ക് ആള് വരുമ്പം, ആരെങ്കിലുമൊക്കെ വരും, പെട്ടെന്ന് അവിചാരിതമായിട്ടാണ് വരിക.
വരുന്നവർക്ക് വലിയ ശല്യം ചെയ്യുക എന്നുള്ളത് ഇനി അവരുടെ ലക്ഷ്യം തന്നെ എല്ലാവരെയും. അപ്പൊ ഒറ്റയ്ക്കാണോ വരിക? അല്ല, കുട്ടികൾ എല്ലാവരെയും കൂടി ആയിട്ടാണ് വരിക. വരുന്ന സമയം ഒരു 8-8:30 മണിക്കൊക്കെയാണ്. അപ്പൊ അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എല്ലാം അവരൊക്കെ ഒരു നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഇവരുടെ വരവ്. അപ്പം പിന്നെ ചോദിക്കേണ്ടത് നമ്മുടെ ഒരു മര്യാദയാണല്ലോ. വരൂ നമുക്ക് കഴിക്കാം എന്ന് പറയാം. അല്ല, ഞങ്ങള് ഇങ്ങനെ മുന്നറിയിപ്പൊന്നുമില്ല, അതിനെന്താ ഉള്ളത് കഴിക്കാം. അങ്ങനെ ഉള്ളത് അങ്ങോട്ട് നമ്മൾ കഴിക്കും, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട്. ആ സമയത്ത് നമ്മൾ എടുക്കുന്നതൊക്കെ വളരെ ആലോചനാപൂർവമായിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വീണ്ടും വിചാരമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ പുതിയ പുതിയ കലകൾ അവരെ അഭ്യസിപ്പിക്കും. ഇതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കാലത്ത് ട്രെയിനിങ് ചെയ്യണം, പക്ഷെ അതാരും കൊടുക്കാറുമില്ല. അതൊക്കെ ഇതിന്റെ കുഴപ്പമാണ്. അപ്പൊ കണ്ണുരുട്ടിയിട്ടും പിന്നെ കുട്ടികളെ ഈ സ്പൂണിന്റെ കൂട്ടത്തിലൊക്കെ ഒരു പിടുത്തം പിടിച്ച ഒരു ഞെക്കല. ഒരു കുട്ടി അങ്ങനെ കരഞ്ഞു, അയ്യോ അമ്മന്ന്, ഓ സോറി എന്ന്, വളരെ ഇതായിട്ട്. അങ്ങനെ എന്താ പറയുക, എല്ലാം കൂടെ ഒപ്പിച്ചൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, ഓ ഫുള്ളായി, ഓ അനാവശ്യമാണ് അതൊക്കെ. എന്നിട്ട് അവരങ്ങനെ പിരിഞ്ഞു പോയി. ഒരു 9-9:30 ആയപ്പോ അവര് പോയി. അവിടെയാണ് വീട്ടിലെ ചിടുങ്ങൻ പറയുന്നത് വിശക്കണമെന്ന്. കാരണം അവർക്കൊക്കെ ഉള്ളതാണ് ഇവരൊക്കെ എടുത്തു പോയത്. അദ്ദേഹം പറയാതെ എനിക്കും വിശക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, വേഗം ഡ്രസ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം, ഭക്ഷണം കഴിക്കാം, ഹോട്ടലിൽ പോയി കഴിക്കാം മസാല ദോശ. അവിടെ ചെല്ലുമ്പോഴേ അവരും കഴിക്കാനിരിക്കുക, ഇവിടുന്ന് പോയ ആൾക്കാർ. ഇതാർക്കെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ളതാണില്ല. ഇങ്ങനെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടാറില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിനയങ്ങളൊക്കെ നമ്മൾ കുറെ മാറ്റിവെക്കേണ്ടതുണ്ട്. കുറേയും കൂടെ സ്വാമി പറയുന്നത് എന്താണെന്നറിയാം, കുറേയും കൂടെ നമ്മൾ ഈ ഇതൊക്കെയാണ് ഫോർമാലിറ്റി, ഇതൊക്കെയാണ് സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് വേണ്ടത് എന്ന് നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചു, അല്ലെങ്കിൽ അറിയാതെ നമ്മൾ പഠിച്ചു വെച്ചു. അതൊക്കെ തെറ്റാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള ഓരോന്നുള്ളിലിരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. അതുകൊണ്ട് കുറേയും കൂടെ നമ്മൾ സത്യസന്ധരാവണം. കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് പറയാൻ പറ്റണം, ഓ നിങ്ങൾ പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വേണ്ടി കരുതാൻ സാധിച്ചില്ല. മാത്രമല്ല, ഞാൻ ഭക്ഷണം ഇവിടെ ബാക്കിയാക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ കൃത്യം, അതായത് ഞാനൊരു ആ കാര്യത്തിൽ കണിശക്കാരനാണ്. ഞാൻ വെറുതെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്ന ഒരാളല്ല. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മാവ് ഇരിക്കുന്നുണ്ട്, ദോശ ഇടാം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വരുത്തിക്കാം. അത് നിങ്ങൾ തുറന്നു പറയണം. അല്ല, ഞങ്ങളൊക്കെ കഴിച്ചതാണ്, അപ്പോഴീ കുട്ടിക്ക് ഉണ്ടാവുന്ന വിഷമമുണ്ടല്ലോ, കഴിക്കാൻ പോകുമ്പോഴാണ്. അപ്പൊ ഇവങ്ങനെ നോക്കും, അല്ലേ മോനെ? എന്തൊരു കഷ്ടം അല്ലേ? അപ്പൊ ഇവൻ ഇതൊക്കെ ചെറുപ്പത്തിലേ ഇതൊക്കെ പഠിക്കണം. അതുകൊണ്ട് നമ്മള് ആദ്യം സത്യസന്ധരാവേണ്ടതുണ്ട്. സർവകർമ്മ ഫലത്യാഗത്തെ കുറിച്ചൊക്കെ പറയുമ്പം ഇതൊക്കെ ഒന്ന് ഓർമ്മയിരിക്കട്ടെ. എത്രത്തോളം നാം നമ്മോട് സത്യസന്ധരാണോ, അതോ ഈ അഭിനയത്തിന്റെ ലോകത്താണോ നമ്മൾ? രണ്ടു കൂട്ടർക്കും അറിയാം. ഈ ഭാര്യയും ഭർത്താവും തന്നെ ഒരുമിച്ച് ഒരു ഈ മാർജിൻ ഫ്രീ ഷോപ്പിലൊക്കെ വലിയ ഈ ഷോപ്പുകളുണ്ടല്ലോ, അവിടേക്ക് കയറി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും വേറൊരു അഭിനയമാണ്. അപ്പൊ അയാൾ ഇങ്ങോട്ട് കൊട്ടയെടുക്കും, അപ്പൊ മറ്റേ ഇത് വേണ്ട, പിന്നെ അത് ഇവർക്കറിയാം ഇവരുടെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന്. പക്ഷെ ഇവർ ഏറ്റവും വലുതൊക്കെ ഇങ്ങനെ എടുക്കും. പക്ഷെ ഒന്നും നീ ബാഗിനകത്തേക്ക് ഇടണ്ട എന്നുള്ളത് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളതാണ്. വെറുതെ ഒരു നാട്യം എന്ന് പറയാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കുറെ സത്യസന്ധരാവാം. നമ്മുടെ ഈ ഇടപാടിൽ, വ്യാപാരത്തിൽ ഇതായിരിക്കട്ടെ സംശുദ്ധമായി നിലനിൽക്കേണ്ടത് എന്ന് പറയാം. സർവകർമ്മ ഫലത്യാഗം, സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഈ സത്യസന്ധതയെയാണ് പറയുന്നത്. കാരണം ആ സത്തായിരിക്കുന്നതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
എന്റേത് എന്ന് പറയാൻ ഈ ലോകത്ത് ഒന്നുമില്ലല്ലോ ഭഗവാനെ എന്നറിയുമ്പോഴാണ് ഒരുവൻ ത്യാഗത്തിന്റെ ആ പടിയിൽ കയറിയിരിക്കുന്നത്. എന്റേത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. പിന്നെ എന്തിനാ എനിക്ക് ത്യജിക്കേണ്ടത്? ത്യജിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ത്യജിക്കേണ്ടു. ഇതം സർവം ഈശാവാസ്യം എന്ന് പറയുമ്പോ പിന്നെ ത്യജിക്കാൻ ഈശ്വരനല്ലാത്ത വേറെ എന്തോ ഇല്ലേ? അപ്പൊ അതെന്താണ്? അത് ഞാൻ എന്നതും എന്റേത് എന്നതുമാണ്. വേറെ ഒന്നിനെയും ത്യജിക്കാനില്ല. ഇതറിയുമ്പോ തന്നെ ഒരുവൻ ത്യാഗിയായി. അപ്പൊ ഞാനും എന്റേതെന്ന് പറഞ്ഞാൽ എന്താ? അയഥാർത്ഥ്യങ്ങള്, നിത്യാധാരണകള്, അതിതാ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാ. അതുകൊണ്ട് അതിനെയൊക്കെ പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ചില എന്താ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഔപചാരികതയുടെ ഭാഗമായിട്ടുള്ള ചിലതൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അത്യാവശ്യം കൊണ്ട് നടന്നോളൂ. പക്ഷെ അധികമാകരുത് എന്ന് പറയാം. പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നമ്മൾ ഈ തരത്തിലുള്ളതിലൊന്നും അധികം നമ്മൾ എന്താ പറയുക, അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാത്തവര് മനസ്സിലാക്കണ്ട. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് സ്വാമിക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ കുട്ടികളോട് പേര് ചോദിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ കയ്യിൽ വിരൽ കടിക്കുക, അല്ലെങ്കിൽ മൂക്കിൽ ഇതിടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബലമായിട്ട് പിടിക്കും. അല്ലെങ്കിൽ കുട്ടി ഇപ്പൊ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇടത് കൈ കൊണ്ട് മേടിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് മേടിക്കൂ. ഇതൊക്കെ തെറ്റാണ്. കാരണം കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റാത്തവർ മനസ്സിലാക്കണ്ട. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയാം, ഈ ചെറിയ കുട്ടി 90-കാരനെ പോലെ പെരുമാറണമെന്ന്. അത് തെറ്റല്ലേ? അതെങ്ങനെ? അവന്റെ രീതിയിൽ ചിലപ്പോ ഇങ്ങനെ നമ്മളെ മടിയിലൊക്കെ കുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ കാലുകൊണ്ട് നമ്മളെ ഒരു ചവിട്ടി ചവിട്ടും. എന്റെ മോനെ സ്വാമി, സ്വാമിയെ ക്ഷമിക്കണേ, അറിവില്ലാത്ത പൈതമാണ്. അപ്പൊ നമുക്ക് സംശയം, ഇത് ആർക്കേ ഈ അറിയില്ല. സ്വാമി അത് ചെറിയ കുട്ടിച്ച്, അല്ലെങ്കിൽ അതിന് 2-3 വയസ്സേ ആയിട്ടുള്ളൂ. കാല് എന്ന് പറയാൻ തന്നെ ആയിട്ടില്ല അല്ലേ? അതുകൊണ്ട് ഒരു തട്ട് തട്ടി സ്വാമിക്കായി കിട്ടേണ്ടതുമാണ് അല്ലേ? എവിടുന്നെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. പക്ഷെ അതിലൊക്കെ നമ്മൾ അമിതമായിട്ട് നമ്മൾ അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാമി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സ് വേറെ എന്തിനെയൊക്കെയോ കൃത്രിമമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കണം. യാഥാർത്ഥ്യത്തിൽ നിന്ന് അയഥാർത്ഥ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഇതിനുവേണ്ടിയാ സ്വാമി ഈ ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. സർവകർമ്മ ഫലത്യാഗം കുരു. തുടർന്ന് ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാത് ശാന്തിരനന്തരം. ശ്രേയഃ ഹി ജ്ഞാനം അഭ്യാസാത് ജ്ഞാനാത് ധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാത് ശാന്തി അനന്തരം. അഭ്യാസാത് ഭഗവാൻ പറയുന്നു. അഭ്യാസാത് അഭ്യാസത്തെക്കാൾ, ആവർത്തിച്ചുള്ള പരിശീലനത്തെക്കാൾ ജ്ഞാനം ശ്രേയഃ, അറിവ് ശ്രേയസ്കരമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ വസ്തുബോധം. വസ്തുബോധം എന്ന് പറഞ്ഞാൽ ഇതം സർവം ഈശാവാസ്യം, ആത്മാവാസ്യം ഇതം സർവം എന്ന അറിവ്. അതെന്താണ്? ശ്രേയസ്കരമാണ്. ജ്ഞാനാത്, ആ ജ്ഞാനത്തിൽ നിന്ന്, ജ്ഞാനം ഹേതുവായി, ജ്ഞാനത്തെക്കാൾ എന്നൊക്കെ കാണാം. ഇവിടെ പഞ്ചമിയാണ് ഇൽ നിന്ന് എന്നുള്ളത്. പഞ്ചമിക്ക്, പഞ്ചമി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഓരോന്നിനോരോ. രാമഹ എന്ന് പറഞ്ഞാൽ രാമൻ, രാമാത് രാമനിൽ നിന്ന്, രാമനേക്കാൾ, രാമൻ ഹേതുവായി എന്ന് പറയുന്ന അങ്ങനെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ പഞ്ചമിക്ക് എന്തൊക്കെയാണ് അർത്ഥം? ഇൽ നിന്ന്, കാൾ മുതൽ ഹേതുവായിട്ട്. അപ്പൊ ഇവിടെ ജ്ഞാനാത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഹേതുവായി എന്നെടുക്കാം. കാൾ എന്നുള്ളതിനേക്കാൾ എന്തെടുക്കാം? ഹേതുവായി, അറിവ് ഹേതുവായി. ധ്യാനം വിശേഷ്യതേ. അല്ലാതെ അറിവിനേക്കാൾ ധ്യാനം വിശേഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് കുഴപ്പമുണ്ട്.
അറിവിന് നിദാനമായിട്ട് നിലകൊള്ളുന്നത് എന്താ? ധ്യാനത്തിന് അറിവാണ് നിദാനം, അല്ലാതെ അറിവിനേക്കാൾ ധ്യാനം വിശേഷം എന്നല്ല. അപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിയണ്ടേ? വെറുതെ അങ്ങോട്ട് ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചാൽ മതിയാവും? അല്ല. അപ്പം അറിവ് ഹേതുവായി ധ്യാനം വിശിഷ്യതേ, വിശേഷപ്പെട്ടതായിത്തീരുന്നു, അല്ലെങ്കിൽ വിശേഷമാണ്. അത് വിശേഷമാണ്. ധ്യാനാത്, ധ്യാനം ഹേതുവായി കർമ്മഫലത്യാഗ, കർമ്മഫലത്യാഗം, കർമ്മത്തിന്റെ ഫലത്യാഗം ഉണ്ടാകുന്നു. അപ്പം ഭഗവാൻ ധ്യാനാവസ്ഥിത മനസ്സിലാണ് കർമ്മഫലങ്ങളുടെ ത്യാഗം, അല്ലെങ്കിൽ ധ്യാനത്തിൽ നിന്നാണ് കർമ്മഫലത്യാഗം സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. വിശിഷ്യതേ, തുടർന്ന് പറയുന്നു ത്യാഗാത്, ത്യാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ത്യാഗം ഹേതുവായി, ത്യാഗത്തിലൂടെ അനന്തരം ശാന്തി, ശാന്തി, പരമമായ ശാന്തി. അപ്പൊ ശാന്തിക്ക് എന്ത് വേണം? ഈ അഭ്യാസം, അതിലൂടെ ജ്ഞാനം, ആ ജ്ഞാനത്തിൽ നിന്ന് ധ്യാനം, ധ്യാനത്തിൽ നിന്ന് കർമ്മഫലത്യാഗം, ത്യാഗത്തിൽ നിന്ന് ശാന്തി. ത്യാഗേന ഏകേന അമൃതത്വം ആശു. ത്യാഗം ഒന്നുകൊണ്ട് മാത്രമേ അമൃതം കൈവരിക്കാൻ സാധ്യമാകൂ എന്ന് ഉപനിഷത്ത്. ഇവിടെ ഭഗവാൻ പറയുന്നു ത്യാഗം ഒന്നുകൊണ്ട്. അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ, അച്ഛന്റെ കമ്പനിയിൽ അച്ഛൻ എന്തോ വ്യാപാരം നടത്തുന്നു, അവൻ ജോലിക്കൊന്നും പോകുന്നില്ല. അച്ഛൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പൊ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് എന്ത് ശമ്പളം തരുമെന്ന് ചോദിച്ചു. ആദ്യത്തെ മാസം നിനക്ക് ഞാൻ 2500 രൂപ തരാം. ശരി. അടുത്ത മാസം നിനക്ക് ഞാൻ 2800 രൂപ തരും. അതിന്റെ അടുത്ത മാസം ഞാൻ നിനക്ക് 3000 രൂപ തരും. പിന്നെ ആ 3000 ഒരു 3 മാസം തുടരും. അത് കഴിഞ്ഞിട്ട് നിനക്ക് 5000 രൂപ തരും. അത് 6-ാം മാസം മുതൽ. ശരി, എന്നാ ജോയിൻ ചെയ്യുന്നു? ഞാൻ 6 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാറ്. ഇതാണ് നമ്മുടെ കർമ്മഫലത്യാഗത്തിൽ നിന്ന്, ഫലത്യാഗത്തിൽ നിന്ന് ശാന്തി. അങ്ങനെയാണോ ശാന്തി കിട്ടുന്നത്? അതെ എന്ന് പറയാം. നമുക്കൊക്കെ എന്തെങ്കിലും ശാന്തി കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇതിൽ നിന്ന് മാത്രമേ ആകൂ. രാമകൃഷ്ണദേവൻ ഈ കർമ്മഫലത്യാഗത്തിൽ നിന്നുണ്ടാകുന്ന ശാന്തിയെക്കുറിച്ച് ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ഇതാണ് പരുന്ത്, കഴുകൻ, മത്സ്യം കൊത്തിപ്പോകുന്നത്. മത്സ്യം കൊത്തിപ്പോകുന്ന കഴുകന്റെ ചുറ്റും, പരുന്തിന് ചുറ്റും കാക്കകൾ അതിനെ ആക്രമിക്കാൻ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കാഴ്ച? ഒരു രക്ഷയില്ല പരുന്തിന്. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഇവരിങ്ങനെ ചുറ്റും കിടന്ന് ഇവനെങ്ങനെ ആക്രമിക്കും. അവസാനം ആ പരുന്തിന് ഇതങ്ങോട്ട് വിട്ടു, ആ മത്സ്യത്തിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോഴോ ഇവരെല്ലാം പോയി. ഉപേക്ഷിച്ചു കഴിഞ്ഞിട്ട് ആ പരുന്തിങ്ങനെ പറക്കുക. വാ, ഇതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല, ശാന്തി. ഇത് കെട്ടിപ്പിടിച്ചാൽ വലിയ പ്രശ്നം. വിട്ടുകഴിഞ്ഞാലോ സത്യത്തിൽ ഈ പിടിച്ചിട്ടുണ്ടോ? അത് തന്നെ തോന്നലാണ്, അല്ലേ? ഇതൊക്കെ എന്റെയാണ്, ഞാൻ ഇതിലൊക്കെ പിടിച്ചിരിക്കണു എന്നുള്ളത് തന്നെ ഒരു തോന്നലല്ലേ? ഈ തോന്നല് സത്യമാണോ? അല്ല. അപ്പൊ ഈ ശരിയായ സത്യത്തെ സ്വീകരിക്കുന്നതല്ലേ നല്ലത്? അതെ, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ഈ ദുനിയാവിൽ എന്തെങ്കിലും നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു മൊട്ടുസൂചി പോലും. ഗുരുനാനാക്കിന്റെ അടുത്ത് ഒരു വലിയ വ്യാപാരി വന്നു. വ്യാപാരിയല്ല, രാജാവോ, അങ്ങനെ ആരോ ആണ് പറയുന്നത്. അപ്പൊ ഗുരുനാനാക്ക് എന്തോ പറഞ്ഞു. ഗുരുനാനാക്കിനോട് പറഞ്ഞു, പ്രഭോ, മഹാത്മന് അങ്ങ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ആളാ. മാത്രമല്ല അങ്ങ് എന്തായാലും സ്വർഗത്തിലേക്കായിരിക്കും പോവുക. എന്റെ സ്ഥിതി എന്താന്ന് ചോദിച്ചു. ഞാൻ ഒരുപാട് ദാനധർമാദികളും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെ രാജ്യത്ത്
എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് ഒന്നും ഞാൻ കൊടുക്കാതെ ഇരുന്നിട്ടില്ല, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കും അവിടെ തന്നെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു സീറ്റ്. ഇദ്ദേഹം പറഞ്ഞു അതെ ഉണ്ടാവും, എന്തായാലും നമുക്ക് അവിടെ വെച്ചും കാണണം. എവിടെ? സ്വർഗത്തിൽ. ഗുരുനാനക്ക് പറഞ്ഞു തീർച്ചയായിട്ടും. പക്ഷെ ചിലപ്പോൾ നമ്മൾ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞാനൊരു സാധനം തരാം, ഒരു അടയാളം. രാമചന്ദ്ര മഹാപ്രഭു ഹനുമാൻ അടയാളം കൊടുത്തുവല്ലോ സീതാദേവിയെ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലേ? അതുപോലെ ഇദ്ദേഹം ഒരു അടയാളം പൊതിഞ്ഞു കൊടുത്തു, ഒരു ചെറിയ തുണ്ട് പേപ്പറിനകത്താക്കി കൊടുത്തു. ഇദ്ദേഹം രാജാവ് തിരിച്ചു പോയിന്ന രാജ്ഞിയോട് പറഞ്ഞു കാര്യം, മഹാറാണിയോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, അദ്ദേഹത്തെ കണ്ടിരുന്നു, ഏതായാലും എന്റെ സ്വർഗത്തിൽ തന്നെയായിരിക്കും വാസം എന്നാണ് പറഞ്ഞത്, അവിടെ വെച്ച് തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടുന്ന് അദ്ദേഹത്തിന് തുറന്നു നോക്കാൻ ഒരു താല്പര്യം ഉണ്ടായി. നോക്കിയ സമയത്ത് ഒരു മുട്ടുസൂചിയാ. രാജ്ഞിക്ക് കുറേ കൂടെ വിവരം ഉണ്ടായിരുന്നു. അവർ ചോദിച്ചത് എങ്ങനെയപ്പോ കൊണ്ടുപോകുകയെന്ന്. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ശരിയാണല്ലോ, രാജ്യത്തിന്റെ അധിപനായ എനിക്ക്, രാജ്യത്തിന്റെ അധിപനാണ് ഞാൻ, ഈ മുഴുവൻ രാജ്യത്തിന്റെയും അധികാരം എനിക്കുണ്ട്. പക്ഷെ മൊട്ടുസൂചി കൊണ്ടുപോകാൻ യാതൊരു സാധ്യതയുമില്ല. അതായത് മരണത്തിന് മുൻപ് തന്നെ ഗുരുനാനാക്ക് ഈ സത്യം പഠിപ്പിച്ചു കൊടുത്തുന്ന, മരണത്തിന് മുമ്പ് തന്നെ എടോ ഒരു മൊട്ടുസൂചിയുടെ ഉടമസ്ഥൻ പോലും അല്ല നീ, പക്ഷെ നീ വിചാരിക്കുന്നുവെങ്കിൽ അത് നിനക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സത്യം എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താന്ന് അന്വേഷിച്ചാൽ, ഈ ലോകത്തിൽ ഒന്നും നമ്മുടേതല്ല. അല്ല സ്വാമി, ഇത് നമുക്കറിയാം, അറിയാലോ, എല്ലാവർക്കും അറിയാം. ആർക്കാ ഇതറിയാത്തത്? ഇത് ഏത് മൂടനും അറിയാലോ, ഇല്ലേ? ശരീരത്തിന്റെ കാര്യത്തിൽ പോലും അറിയാലോ. നമ്മൾ വിചാരിക്കും ശരീരം ഞാനല്ല എന്നത് വേദാന്തിക്ക് മാത്രം അറിയുന്നതാണെന്ന്. ഏയ്, ഒരു കടുകട്ടിയായ ബ്രഹ്മസൂത്ര അധ്യയനം ഒന്നും വേണ്ട. ഞാൻ ശരീരമല്ല എന്ന് പറയാൻ പ്രമേഹം വന്നാൽ മതി. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറയും വിരൽ മുറിക്കുക നല്ലതെന്ന്. അല്ലെങ്കിൽ ഇപ്പൊ വിരലുണ്ടായിട്ടാണോ ജീവിക്കുന്നത്? ഡോക്ടറെ വേഗം മുറിക്കൂ എന്ന് പറയും. ഞാൻ വിരലല്ല എന്ന് ഡോക്ടറോട് പറയും. അപ്പൊ വേദാന്തം പറയും. കാല് തന്നെ കഷ്ടത്തിലാണ്, കാല് മുറിക്കണം എന്ന് പറഞ്ഞാൽ വേഗം എത്രയും പെട്ടെന്ന്. ഈ മരുന്ന് കുറച്ച് സ്ട്രോങ് ആണോ? ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കാം. നിങ്ങൾക്ക് ജീവൻ വേണോ കണ്ണ് വേണോ? കണ്ണുണ്ടെങ്കിലോ അകക്കണ്ണ് പോരെ ഡോക്ടറെ, വെക്കൂ വേഗം. വലിയ വേദാന്തം. ഏത് അജ്ഞാനിക്കും അറിയാം ഞാൻ ശരീരമല്ല എന്ന്. അതിന് വലിയ വേദാന്തമൊന്നും വേണ്ട. പക്ഷെ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ ചില സമയങ്ങളിൽ നമുക്കറിയാം ഞാൻ ശരീരത്തിൽ നിന്നൊക്കെ വ്യതിരിക്തനാണ്, ഭിന്നനാണ്. പക്ഷെ ആ ഞാൻ ഈ ശരീരത്തോടുകൂടി ഞാൻ കാണുന്നു, അല്ലെങ്കിൽ മറ്റു പലതുമായിട്ട് കാണുന്നു. ഇതൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് ഒന്നൊരു പൊടിയൊക്കെ തട്ടി ഒരു ക്രമത്തിലായി കഴിഞ്ഞാലുണ്ടല്ലോ സന്തോഷം, ആനന്ദം മാത്രമേ ഉള്ളൂ. ഇതല്ലാതിരിക്കുമ്പോഴേ ഈ കുഴപ്പം മുഴുവൻ. അതുകൊണ്ട് എന്റേത് എന്ന് പറയാൻ ഈ ലോകത്ത് യാതൊന്നും ഇല്ല എന്നിരിക്കെ ഞാൻ എന്തിനാണ് ഇതൊക്കെ എന്റേത് എന്ന് പറയുന്നത്? സ്വാമി, ഇപ്പൊ സ്വാമി എന്താ പറഞ്ഞു വരുന്നത്? എന്റെ പേരിലുള്ള 10 സെന്റ് ആശ്രമത്തിന് എഴുതി തരണം എന്നാണോ? അല്ല, അല്ല, അതല്ല. അതല്ലേ സ്വാമിയുടെ ഉദ്ദേശം? അല്ല. പിന്നെയോ ദാനായിട്ട് ആർക്കെങ്കിലും കൊടുക്കണമെന്നാ? അല്ല, ഒന്നുമല്ല. നിങ്ങളെല്ലാം വെച്ചോളൂ, നിങ്ങളെല്ലാ ആധാരത്തിലും ഒപ്പുവെച്ചോളൂ, എല്ലാ ആധാരവും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളൂ. പക്ഷെ ഒപ്പം ഇതും കൂടെ ഓർത്ത് വെച്ചേക്കുക, ഇതൊന്നും സത്യത്തിൽ എന്റേതല്ല. ആരോ പ്രമാണം എഴുതി വെച്ചു എന്നാ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കുട്ടികൾക്കെല്ലാം ഭാഗിച്ചു, അവസാനം എഴുതി വെച്ചിരിക്കുന്നു മരണാനന്തരം ഇതൊക്കെ എന്നിൽ വന്ന് ചേരുന്നു. നമ്മൾ അതൊക്കെ ചെയ്യും. സർവകർമ്മ ഫല എന്താ ഇവിടെ പറയുന്നു? ത്യാഗാത് അനന്തരം ശാന്തി. ത്യാഗം ഒന്നുകൊണ്ടാണ് ശാന്തി. ത്യജിക്കുമ്പോഴല്ലേ നമുക്ക് സുഖം ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ത്യജിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബസ്സിൽ കയറി ഇരിക്കുന്ന സമയത്ത് സ്വാമി ഈ ആശയം പങ്കുവെച്ചതാ. നിങ്ങൾ നോക്കിക്കോളൂ. ഒരു സ്ത്രീയും കുട്ടിയും വിഷമിച്ച് അവർ നിൽക്കുന്നു. ആ സമയത്ത് നമുക്ക്
ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഉറക്കം നടിക്കും ഇല്ലേ? നമ്മളങ്ങനെ ഉറങ്ങും. എന്നാലും നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. നമ്മുടെ സീറ്റ് അങ്ങോട്ട് എഴുന്നേറ്റ് അവരങ്ങോട്ട് ഇരുന്നാൽ നമുക്കൊരു ശാന്തിയായി അല്ലെ? ചിലർക്കതെങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും സാമാന്യ കുറച്ചൊരു സംസ്കാരമൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ഭൂതദയൊക്കെ ഉള്ള അപരനെ നോക്കാൻ കണ്ണുള്ള ഒരുവൻ ഇരുന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. എന്ത് ചെയ്യും? ത്യജിക്കും. പ്രായമായിട്ടുള്ളവർക്ക് അല്ലേ, ചില പ്രായമായിട്ടുള്ള ആളുകളൊക്കെ റോഡ് ക്രോസ് ചെയ്യും. ആ സമയത്ത് വാഹനം നിർത്തിക്കൊടുത്ത് അവർ പോവട്ടെ എന്ന് കരുതുന്ന സമയത്ത് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, പക്ഷെ അതേ സമയത്ത് ആ തിരക്കിലൊക്കെ നമ്മൾ അതിനെയൊക്കെ വെട്ടിച്ച് എങ്ങനെയെങ്കിലും അയാളെയൊക്കെ പേടിപ്പിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ വല്ലാത്തൊരു വിഷമാണ്. ത്യജിക്കുന്ന സമയത്ത് തന്നെയാണ് ശാന്തി ഉണ്ടാകുന്നത്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ പോലും പലപ്പോഴും പലതും ത്യജിക്കുമ്പോൾ അല്ലേ, നമ്മുടേതും കൂടെ കഴിക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ശാന്തി ഉണ്ടാകുന്നത്. എല്ലാ കാര്യത്തിലും അതെ. മറ്റുള്ളവരെ സഹായിക്കുമ്പം. അപ്പൊ ത്യാഗം പരമം എല്ലാറ്റിനെയും ത്യജിച്ചു കഴിഞ്ഞാലോ, ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിന്റെയും ഉടമസ്ഥൻ ഞാനല്ല എന്ന് ആ സത്യം അംഗീകരിക്കുക, അയഥാർത്ഥ്യത്തിൽ ജീവിക്കാതിരിക്കുക. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ശാന്തി ഉണ്ടാകുന്നത്. തുടർന്ന് അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിഃ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമഃ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയി അർപ്പിതമനോബുദ്ധിഃ യഃ മദ്ഭക്തഃ സ മേ പ്രിയഃ. ഭഗവാൻ ഇവിടുന്ന് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ടു മുൻപായിട്ട് വോട്ടർ ലിസ്റ്റ് പുറത്തിറക്കും ഇല്ലേ? എന്നിട്ട് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കും. എന്താ ഗവൺമെന്റ് പറയുക? അതായത് ആരുടെയൊക്കെ പേരാണോ ഇതിലില്ലാത്തത് ഇത്രാം തീയതി മുൻപ് തഹസിൽദാരോ ആരാ എവിടെയോ അതിന്റെ ആളുകളുണ്ടല്ലോ, അവിടെ നിങ്ങളുടെ പേര് നിങ്ങളുടേതായിട്ടുള്ള അവർക്ക് പേര് വീണ്ടും ചേർക്കാനുള്ള അവസരമാണ്. ഇതാ 12-ാം അധ്യായത്തിൽ ഭഗവാൻ ഭക്തന്മാരുടെ പേര് പറയാൻ പോകുക. പുറത്തുവിടുക, ലിസ്റ്റ് പുറത്തുവിട്ടു. ആരൊക്കെയാണ് ഈ ലിസ്റ്റിലുള്ളത് സന്തോഷമായിട്ടിരിക്കാം. ലിസ്റ്റിലില്ലാത്തവർ എത്രയും പെട്ടെന്ന് ലിസ്റ്റിലേക്ക് വരാനുള്ള ശ്രമം നടത്തുക. റെഡി? നോക്കിക്കോളൂ കേട്ടോ, ആരൊക്കെ ലിസ്റ്റിൽ ഉണ്ടാവും. എന്തായാലും ഞാനുണ്ടാവും അല്ലേ? നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം. ഒന്നാമത്തത് സർവഭൂതാനാം അദ്വേഷ്ട. പ്രപഞ്ചത്തിലെ സകല പ്രാണിവർഗങ്ങളോട്ടും അദ്വേഷ്ട, ദ്വേഷം ചെയ്യാത്തവൻ, ദ്വേഷഭാവം ഇല്ലാത്തവൻ. സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആശയമാണ്. പക്ഷെ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഈ വിശ്വത്തില് ഒന്നിനെയും അറപ്പോ വെറുപ്പോ ഇല്ലാതെ നോക്കാനുള്ള കണ്ണ്, നേത്രം. ചിലതിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മുഖം തന്നെ അതുപോലെ ഇരിക്കും, ഒരു ജാതി വളിച്ചുകൊണ്ട് ഇല്ലേ? അങ്ങനെ വേണ്ട എന്നാണ്. എന്തിനാ അങ്ങനെ ഒരു ഇത്? ഏതിനെ നോക്കൂ. ഒരു കാക്കയിൽ പോലും ഉണ്ടല്ലേ സൗന്ദര്യം. കാണാൻ പറ്റാത്തത് കൊണ്ടാകും. എല്ലാറ്റിലും ഉണ്ട് എന്ന് പറയാം. കാക്കയാവട്ടെ, കോഴിയാവട്ടെ, പശു ആവട്ടെ, കുറുക്കനാവട്ടെ, എല്ലാ പ്രാണിവർഗങ്ങളും ഇഴയുന്നതിലും ചേരയിലും നീർക്കോലിയിലും പച്ചിലപ്പാമ്പിലും പുഴുവിലും അട്ടയിലും കൊതുകിലും എല്ലാം ഉണ്ട്. കൊതുകൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നോക്കുക അതിനെ. പറ്റുമെങ്കിൽ ഇങ്ങനത്തെ ജീവിയെ കാണാനുള്ള ചെറിയൊരു ഭൂതകണ്ണാടിയും കൂടെ മേടിച്ചു വെക്കുന്നത് നല്ലതാണ്. അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. അതിന്റെ ആ കണ്ണൊക്കെ കാണാം. അതുപോലെ എത്ര നേർത്തതാണ് അതിന്റെ ആ ചിറക്.
ആ കൊതുകിന്റെ ചില സമയത്ത് നമ്മൾ കൊതുകിനെയൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക പൊടി വന്ന് നിൽക്കില്ലേ, ഒരു കറുപ്പ് ഒരു പൊടില്ലേ, ആരാ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തതില്ലേ? എന്ത് രസമാണ് അതൊക്കെ. അതുപോലെ ചിത്രശലഭത്തിന്റെ ആ ചിറകിലുള്ള ഡിസൈൻ എല്ലാം ഒന്നും തന്നെ ഒന്നിനെയും വെറുക്കാനോ ദ്വേഷിക്കാനോ അറപ്പോ വെറുപ്പോ ഈ വിശ്വത്തിൽ ഒന്നിനോടും പാടില്ല. ഒരു പാറ്റ മതി ഭക്തന്മാരുടെ സ്വൈര്യം പോവാൻ. ചില ഭക്ത ശിരോമണികൾക്ക് പാറ്റയെ കണ്ടാൽ വല്ലാത്ത പ്രശ്നമാണ്. അല്ലെങ്കിൽ പല്ലിയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പഴുതാരയെ കണ്ടാൽ, ഒരു പാമ്പിനെ കണ്ടാൽ അവർക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്. കാരണം പാമ്പ് ഒരു ദൈവസംബന്ധമായ ഒരു ജീവിയാണ്. സർപ്പം സത്യമുണ്ട് എന്നാണല്ലോ പറയാ. പക്ഷെ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നൊരു ഒഴുക്കം മട്ടില്ല. അതായത് നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ മതി എന്ന് പറയുന്നത് പോലെ പറ്റുമെങ്കിൽ അതിനെ അടിച്ചു കൊന്നേക്കൂ എന്ന് തന്നെയാണ്. എന്നിട്ട് നമ്മൾ അതിന് തക്കതായുള്ള ആളുകളെയാണ് വിളിക്കുക. നമുക്കറിയാം ആരെ വിളിച്ചാൽ ഇത് കൈകാര്യം ചെയ്യും എന്ന്. എന്തിനാ? നമുക്കൊരു സമാധാനം കിട്ടും അതിനെ കൊന്നു കഴിഞ്ഞാൽ. കാരണം ഇനി അതിന്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ്. അതൊക്കെ നമുക്ക് തോന്നല. അങ്ങനെയാണെങ്കിൽ എത്ര കാലം മുമ്പ് തുടങ്ങിയത് ഈ അടിച്ചു കൊല്ലല്? അത് തീർന്നു അല്ലല്ലോ. അപ്പൊ ഒന്നിനോടും അറപ്പോ വെറുപ്പോ ശ്രദ്ധിക്കുക. ഒന്നിനെയും എടുത്ത് ഈ അട്ടയെ നീ വീട്ടിന്റെ അകത്ത് വെക്കണം എന്നല്ല. അങ്ങനെയാ. ഇനിയിപ്പോ സ്വാമി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം മാറാലെയൊന്നും തട്ടണ്ട. ഒന്നിനോടും വെറുപ്പോ അതവിടെ ഇരിക്കട്ടെ. എല്ലാം യഥാസ്ഥാനം ഒക്കെ വൃത്തിയായി വെക്കുക. മാറാല വന്ന് തട്ടുന്നതിനേക്കാൾ നല്ലത് ഈ മാറാല പിടിക്കുന്നതിന് മുൻപ് ചൂലിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മാറാല വരില്ല. നിങ്ങൾക്ക് മാറാല വരാതിരിക്കാനുള്ള രഹസ്യം സ്വാമി പറഞ്ഞുതരാം. മാറാല വന്നിട്ടല്ല തട്ടേണ്ടത്. ദിവസവും നമ്മുടെ നമ്മുടെ ചുമരിലൊക്കെ പ്രവേശിക്കുന്നുവെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ജീവികളൊന്നും കൂടുവെക്കില്ല. അവർക്ക് നല്ല വിവരമുണ്ട്. അവർ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരുടെയും സമ്പർക്കമില്ല. ആരുടെയും സമ്പർക്കം ഇല്ലാത്തയിടത്താണ് അവർ പോയി കൂടുവെക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട് അടച്ചിട്ട് നമ്മൾ വീട്ടിൽ ആള് താമസമില്ലെങ്കിലല്ലേ കടവാതിലും അങ്ങനെയുള്ളതൊക്കെ വന്ന് കൂടുവെക്കുന്നത്. അവർക്ക് അവകാശമുണ്ട് ഇവിടെ. അവർക്ക് അവകാശപ്പെട്ട ചില സ്ഥലങ്ങൾ നമ്മൾ കൈയടക്കിയിരിക്കുക. പിന്നെ അവർക്കും കൂടെ ജീവിക്കണ്ടേ? അതുകൊണ്ടാണ് അവർ നമ്മുടെ ഉപയോഗിക്കാത്ത മുറികളൊക്കെ അവർ വന്ന് അവിടെ ഉപയോഗിക്കുന്നത്. ഏതായാലും ഇവിടെ പറഞ്ഞ ആശയം ഒന്നിനോടും അറപ്പും വെറുപ്പും വേണ്ട എന്നുള്ളതാണ് ആദ്യത്തേത്. എന്താണ് നമുക്ക് അവരോട് വേണ്ടത്? മൈത്രഹ, മിത്രഭാവം. നമ്മൾ ഓരോരുത്തരും വിശ്വാമിത്രന്മാരായിരിക്കട്ടെ എന്ന് പറയാം. ആരാണ് വിശ്വാമിത്രൻ? വിശ്വത്തിന് മുഴുവൻ മിത്രനായിട്ടുള്ളവൻ, കൂട്ടുകാരനാണ്. നമ്മുടെ സാന്നിധ്യം, ഭഗവാൻ പറയാൻ പോകുന്നുണ്ട്, നമ്മുടെ സാന്നിധ്യം ലോകത്തിനൊരു പ്രശ്നമാകരുത്. ഏതിനെ നോക്കിയാലും നമുക്ക് പരിചയം വേണം. ഈ വിശ്വത്തിലെ എല്ലാറ്റിനെയും. മിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരനാണല്ലോ അല്ലെ? പരിചയമില്ലാത്തവൻ മിത്രം എന്ന് പറയൂ? വിശ്വത്തിന് മിത്രനായിരിക്കുക. നമ്മളോട് പറയുന്നത് അതാ, മൈത്രഹ, മൈത്രീഭാവം. സുഹൃത്ത് എന്ന പോലെ എല്ലാറ്റിനെയും കാണാൻ ഒരു കണ്ണ്.